تعبدون ولا أنتم عابدون ما أعبد صدق الله العلي العظيم. ബഹുമാന്യരായ സാധുമാരെ, സയ്യിദുമാരെ, പ്രിയങ്കരായ സഹപ്രവർത്തകരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നമുക്കിവിടെ ഒത്തുചേരാൻ സാധിച്ചു. അതിന് അള്ളാഹുവിന് സ്തുതി പറയാം. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ബഹുസ്വര സമൂഹത്തിൽ ഫിഖ്ഹിന്റെ പ്രായോഗികത എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള ഒരു പഠനമാണ് ഇത്തരുണത്തിൽ നാം ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇന്ത്യ പോലുള്ള വിവിധ മതക്കാരും വീക്ഷണക്കാരും ഒത്തുചേർന്നിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അവിടെ മുസ്ലിം സമൂഹം മതത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് കർമ്മശാസ്ത്രത്തോട് പൊരുത്തപ്പെട്ടുകൊണ്ട് ജീവിക്കുക, ഇതാണ് നമ്മുടെ അന്വേഷണ വിഷയം. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ചർച്ച രണ്ട് പാർട്ടുകളായി തിരിയുന്നതാണ്. ഒന്ന്, മുസ്ലിം സമൂഹം ഇതര സമൂഹങ്ങൾക്ക് കൊടുക്കുന്ന പരിഗണന, ഇതാണ് ഒന്നാമത്തെ പാർട്ട്. രണ്ടാമത്തെ പാർട്ട് ആ സമ്പർക്കത്തിലെ നിയന്ത്രണം എന്നുള്ളത്. അർഹിക്കുന്ന പരിഗണനകൾ അത് എന്തെല്ലാമാകുന്നു, എവിടം വരെ കർമ്മശാസ്ത്രത്തിന്റെ ആർട്ടിക്കിൾസ് നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത് നാം അറിഞ്ഞിരിക്കണം, പ്രായോഗിക തലത്തിൽ കൊണ്ടുവരണം. സംസർഗത്തിന്റെ ഘട്ടത്തിൽ പാലിക്കേണ്ട നിയന്ത്രണങ്ങൾ എന്തെല്ലാമാണ്, നിയന്ത്രണം ഭേദിക്കാതെ ഏത് വിധേനയാണ് നാം ജീവിക്കേണ്ടത്, ഇതാണ് രണ്ടാമത്തെ പാർട്ടിൽ നമുക്ക് പരിശോധിക്കാൻ. കർമ്മശാസ്ത്രത്തിലേക്ക് കടക്കണമെങ്കിൽ അതിന്റെ മൂലം നമുക്കറിയാം, നസ്വാണ്. കർമ്മശാസ്ത്രം എന്നുള്ളത് അത് ലന്നിയാണ്. ഫിഖ്ഹിയായ മസലകൾ ഇജ്തിഹാദപരമായി മുമ്പിലോട്ട് കിട്ടുന്നതാണ്. ആ ഇജ്തിഹാദുകൾ നടക്കണമെങ്കിൽ അതിന് സ്രോതസ് വേണം. സ്രോതസ് നസ്വാണ്. ആയതുകൊണ്ട് തന്നെ മഹാന്മാരായ മുജ്തഹിദുകൾ ഉപയോഗപ്പെടുത്തിയ നസ്വ് ആദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഗ്രന്ഥത്തിലെ കിതാബ് തയമ്മും എന്ന അധ്യായം, തയമ്മും എന്ന അധ്യായം, ആ അധ്യായത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഹദീസ് നമ്പർ പ്രകാരം 344-ാമത്തെ ഹദീസ്. അൻ ഇമ്രാൻ റളിയല്ലാഹു അൻഹു മഹാൻ പറയുന്നു, കുന്നാ ഫീ സഫർ മഅ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊപ്പം ഒരു യാത്രയിലായിരുന്നു. കുറെ സംഭവങ്ങൾ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെടുന്ന ഭാഗങ്ങൾ വായിക്കുന്നു. ഫസ്തകാ ഇലൈഹിന്നാസ്, ജനങ്ങൾ നബിതങ്ങളോട് മിനൽ അത്വശ്, ദാഹിച്ച് വലഞ്ഞപ്പോൾ അതിന്റെ പരിഹാരത്തിനു വേണ്ടി കേണപേക്ഷിച്ചു. ഒരു വിധമാണെങ്കിലൊക്കെ അവർ ക്ഷമിക്കുമായിരുന്നു. സ്വഹാബത്തല്ലേ, ഏകദേശം
ദറൂറത്തിന്റെ പരിധി എത്തിയപ്പോൾ അവർ ശിക്കായത്ത്. ഫനസല ഫദഅ ഫുലാനൻ വദഅ അലിയൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ രണ്ടുപേരെ വിളിച്ചു. അലി റളിയല്ലാഹു അൻഹുവിനെയും കൂടെ ഒരാൾ. ഫഖാല ഇദ്ഹബ, നിങ്ങൾ പോവുക, ഫബ്തഗിയ അൽമാ, ഫബ്തഗിയ അൽമാ, വെള്ളം അന്വേഷിച്ച് കൊണ്ടുവരും. ഫന്തലഖ ഫതലഖയ, അവർ രണ്ടുപേരും വെള്ളം അന്വേഷിച്ചുകൊണ്ട് പുറപ്പെടുകയും അവർക്ക് കാണാനിട വന്നു. ഇമ്രാ ബൈന മസാറത്തെ, ഒരൊട്ടകത്തിന്റെ പുറത്ത് ഒരു സ്ത്രീ ഏകാഗിനിയായി മരുഭൂമിയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അവളുടെ ഒട്ടകപ്പുറത്ത് അവൾ ഇരിക്കുന്നത്, അവളുടെ കാലിന്റെ ഇരുവശത്ത് രണ്ട് തോൽപാത്രങ്ങൾ, വലിയ തോൽപാത്രങ്ങൾ, തുന്നിക്കൂട്ടിയ തോൽപാത്രം നിറയെ വെള്ളവും. അയിനൽ മാ, സഹോദരി, വെള്ളമുള്ളത് എവിടെയാ, എവിടുന്നാ ഇത് കൊണ്ടുവരാൻ പറ്റുക? ഖാലത്ത് അഹ്ലി ബിൽ മാ അംസ് ഹാദിഹി സാ, 24 മണിക്കൂർ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്താൽ വേണ്ടിവരും അത്രയ്ക്ക് അകലെയാണ് ഞാൻ ഇന്നലെ വെള്ളം എടുത്തിട്ടുള്ള സ്ഥലം. ഖാലലഹ, അപ്പോൾ ഇവർ രണ്ടുപേരും വെള്ളമന്വേഷിക്കുന്ന ആളുകൾ. പറഞ്ഞയച്ചത് ദാഹിച്ച ഒരാൾക്കൂട്ടത്തിന്റെ നടുവിൽ നിന്നാണ്. 24 മണിക്കൂർ യാത്ര ചെയ്തെത്തേണ്ട ദൂരത്ത് പോയി വെള്ളം കൊണ്ടുവരുമ്പോഴേക്ക് ഈ ആളുകൾ ഒരു പക്ഷേ മരിച്ചു വീഴും. അപ്പോൾ ആ സഹോദരിയോട് സന്ദർഭത്തിന്റെ ചൂട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അലി റളിയല്ലാഹു അൻഹും കൂടെയുള്ള ആളുകൾ പറഞ്ഞു, വരിക, ഇന്ദുലിത്തി, ഇത് അത്ര അകലെയാണെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല, സ്ഥിതി അത്ര വഷളാണെങ്കിൽ നീ ഞങ്ങളുടെ കൂടെ വരിക. ഖാലത്ത് ഇലായി, അവർ ചോദിക്കുന്നു ആ സ്ത്രീ എങ്ങോട്ടാ? ഖാല ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാലത്ത്, അവരുടെ ചോദ്യം, അല്ലദീ യുഖാലു ലഹു സ്വാബി, മതം മാറിയവൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ആളിലെ അരികിലേക്കാണ്. ഇത്രയും ചോദിച്ചപ്പോൾ നമുക്കവിടെ നിന്ന് മനസ്സിലാക്കാം, ഈ സ്ത്രീ ദഅവത്ത് എത്തിക്കഴിഞ്ഞിട്ടുള്ള സമൂഹത്തിലെ മെമ്പറാണ്. കേവലം ഫത്രത്തിന്റെ ഒരു ദശയിലുള്ള സ്ത്രീ അല്ല, മറിച്ച് ദഅവത്തിന്റെ കീഴിലാണ്. കാരണം അവൾ അത്രത്തോളം ചോദിച്ചല്ലോ. നാട്ടുകാരുടെ പരമ്പരാഗത മതം വിട്ട് പുതിയൊരു മതം സ്വീകരിച്ചു എന്ന് കേൾക്കപ്പെടുന്ന ഒരു വ്യക്തിയെ പറ്റി ആ ആളുടെ അരികിലേക്കാണ്. അല്പം ഒരു ഭംഗി കുറവുള്ള വാക്കാണ് അവൾ ഉപയോഗിച്ചത്. കാലാ ഹുവല്ലദീ തഅനീന, അതെ, നീ ഉദ്ദേശിച്ച ഒരാളുണ്ട്, ആ ആൾ സ്വാബി എന്ന പേരിന് അർഹനാണോ അല്ലേ എന്നുള്ളത് മറ്റു കാര്യം. പക്ഷെ നീ ആളെ പഴച്ചിട്ടില്ല, അവിടേക്ക് തന്നെ. ഫജാഅ ബിഹാ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവർ രണ്ടുപേരും ആ സ്ത്രീയെ നബി തങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്നു. ഹദ്ദസാഹുൽ ഹദീസ്, സംഭവിച്ച വിവരങ്ങളൊക്കെ അവിടെ പറഞ്ഞു. വദാൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിനാ, അപ്പോൾ തങ്ങൾ ഒരു കാലിപാത്രം കൊണ്ടുവരാൻ പറഞ്ഞു. ഫഫറഗ ഫീഹി, തങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞ ആ കാലിപാത്രത്തിലേക്ക് ഈ സ്ത്രീയുടെ മസാദത്തിൽ നിന്ന്, അവിടെ തോൽപാത്രത്തിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ വെള്ളമൊഴിച്ചു. വനൂദിയ ഫിന്നാസ് ഇസ്ഖു വസ്തഖു, അപ്പോഴേക്ക് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ജനാവലിക്കും അറിയിപ്പായി, വരിക, എല്ലാവരും ദാഹശമനം വരുത്തുക. തങ്ങളുടെ കൂടെ ആരെല്ലാം ഉണ്ടോ, മൃഗങ്ങളായ, മനുഷ്യരായി, കുട്ടികളായി, പെണ്ണുങ്ങളായി എല്ലാവർക്കും വെള്ളം നൽകി. വഹിയ ഖായിമ തൻദുറു ഇലാ മാ യുഫഅലു ബിമാഇഹ, എന്താണ് തന്റെ വെള്ളം കൊണ്ട് ഈ കാണിക്കുന്നത് എന്നുള്ളത് ആ സ്ത്രീ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. റിപ്പോർട്ടറാകുന്ന ഇമ്രാൻ എന്നവർ പറയുന്നു, വഅയ്മുല്ലാഹ്, അല്ലാഹുവാണ് സത്യം, ലഖദ് ഉഖിയ അൻഹാ വഇന്നഹു ലയുഖയ്യലു ഇലൈനാ അന്നഹാ അശദ്ദു മിൽഅതൻ മിൻഹാ ഹീന ബതദഅ ഫീഹാ, ഈ നിറകുടം നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ നിർഭരമാണ് എന്ന് ഞങ്ങൾ തോന്നിപ്പോവുകയുണ്ടായി. ഒന്നും തന്നെ, ഒരളവും തന്നെ കുറഞ്ഞതായി തോന്നിയില്ല.
ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാവരും ദാഹശമനം വരുത്തി സ്ത്രീ നോക്കി നിൽക്കുകയാണ്. തങ്ങൾ ഉത്തരവായി, ഇജ്മഉ ലഹ, നിങ്ങൾ ഈ സഹോദരിക്ക് പാരിതോഷികം നൽകുക, നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ കഴിയുന്ന ഭക്ഷ്യവിഭവങ്ങൾ സമാഹരിക്കും. ഫജമഉ ലഹ മിൻ ബൈനി അജ്വ വദഖീഖ വസവീഖ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ചേമ്പും ചേനയും അതൊക്കെ കൂടി അപ്പോഴേക്ക് തട്ടിക്കൂട്ടാൻ പറ്റുന്നത്, അവിടുത്തെ ചേമ്പ പറഞ്ഞത് അതാണ് അജുവ എന്നൊക്കെ പറയുന്ന കാരക്ക, അതെല്ലാം തട്ടിക്കൂട്ടി. ഹത്താ ജമഉ ലഹാ ത്വആമ, ഈ വിജന പ്രദേശത്തുകൂടെ നടന്നു പോകുന്ന സന്ദർഭത്തിൽ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണത്തിന് മുട്ട് വരാത്ത രൂപത്തിലുള്ള ഒരു ശേഖരം. ഫജാലുഹാ ഫീ സൗബിൻ വഹമലുഹാ അലാ ബഈരിഹ, എല്ലാം കൂടി ഒരു വസ്ത്രത്തിലേക്ക് ശേഖരിച്ച ശേഷം അവളെ വാഹനത്തിൽ കയറാൻ സഹായിച്ചു. അവളെ കൊണ്ട് ചുമടെടുപ്പിച്ചില്ല. ഇവരുടെ ഈ കിഴി മുമ്പിൽ വെച്ചു. ഇത് 344 നമ്പറായി ബുഖാരിയിൽ വന്നിട്ടുള്ളതാണ്. ഇത് സംബന്ധിയായിട്ടാണ്, ഇതിൽ നിന്നുകൊണ്ടാണ് ബഹുസ്വര സമൂഹത്തിൽ നമ്മുടെ കർമ്മശാസ്ത്രം, നമ്മുടെ ജീവിത രീതി, അവിടെ പരിഗണന എന്ന് പറയുന്ന വിഷയം ഉരുത്തിരിഞ്ഞു വരുന്നത്. ആദ്യമായി പരിശോധിക്കാനുള്ളത് ഒരു അന്യന്റെ വെള്ളം, അയാൾ ഹർബിയായ കാഫിറായിരുന്നാലും ദിമ്മിയായിരുന്നാലും അമ്നാഹദിന്റെ ആളായിരുന്നാലും ഒരു മുസ്ലിമായിരുന്നാലും അന്യന്റെ വെള്ളം തൊടാൻ പാടുണ്ടോ? മറ്റുള്ളവരുടെ സാധനം എടുക്കാൻ പാടുണ്ടോ? അവിടെ ഫിഖ് പറയുന്നു, ഒരാൾ മുൽത്തർ എന്ന് പറയുന്ന ഹാലിലെത്തിക്കഴിഞ്ഞാൽ, റൂഹ് തൊണ്ടക്കുഴിയിലെത്തുക, മരിക്കുക, അത് ദാഹം കൊണ്ടായിരുന്നാലും ശരി, വിശപ്പ് കൊണ്ടായിരുന്നാലും ശരി, ബ്ലഡ് കിട്ടാതെയായിരുന്നാലും ശരി, മറ്റെന്തുകൊണ്ടായിരുന്നാലും ശരി, റൂഹ് തൊണ്ടക്കുഴിയിലെത്തുക എന്ന് പറയുന്ന ലറൂറത്തിന്റെ പരുവത്തിൽ എത്തിച്ചേരുന്ന സന്ദർഭത്തിൽ അത് കാണുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തനിക്ക് കൊടുക്കാൻ പറ്റുന്നത്, തനിക്ക് കൊടുക്കൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്, തന്റെ കസ്റ്റഡിയിലുള്ളത്, താൻ ഓണർഷിപ്പ് എന്ന രൂപത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്, താൻ എത്തിസ്വാസ് എന്ന രൂപത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്, അതെന്തായാലും എഴുവവ് അഥവാ ബദൽ പണമോ അതല്ലെങ്കിൽ തത്തുല്യമായ വസ്തുവോ എന്ന ആ ഒരു ബദൽ നിലവാരത്തിൽ കൊടുക്കൽ നിർബന്ധമാണ്. ആ അവസരത്തിൽ എടുക്കലും ആ സാഹചര്യത്തിന്റെ സന്നിഗ്ധാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ അത് പറ്റുന്നത്. ഇതാണ് ആ സ്ത്രീയിൽ നിന്നും വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കലിന്റെ ഫിഖ്ഹിയായ ജവാബ്. സ്ത്രീ ഒരുപക്ഷെ ഹർബിയായിരിക്കാം, അതല്ലെങ്കിൽ ഇതിനു മുമ്പ് തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ അമാനോ അല്ലെങ്കിൽ അഹദിനോ വിധേയമായിട്ടുള്ളവരാകാം. ഏതായിരുന്നാലും തങ്ങളെ സ്വാബി എന്ന് വിശേഷിപ്പിച്ച സ്ത്രീക്ക് അവൾ ഫത്രത്തിന്റെ യുഗം വിട്ടിട്ട് ദൈവത്തിന്റെ പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് സന്ദർഭത്തിൽ ഇവിടെ ലറൂറത്തിന്റെ ഹാലായതുകൊണ്ട് അവളോട് അതായത് പകരം അങ്ങോട്ട് കൊടുക്കാം എന്നുള്ള ഒരു വ്യവസ്ഥയിൽ അവൾ നൽകലും നിർബന്ധമാണ്, ഈ ആളുകൾക്ക് എടുക്കലും നിർബന്ധമാണ്. റൂഹ് തീരുന്ന അവസരം തങ്ങൾ എവത് കൊടുത്തോ ആ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഥാർത്ഥത്തിൽ സ്വഹാബത്തിന്റെ വാക്കിൽ നിന്ന് ഫുഖഹാവും അല്ലാത്തവരും പിടിച്ചെടുക്കുന്നത് അവരുടെ വെള്ളം നബി തങ്ങൾ ഒരു ശൈലി പോലും എടുത്തിട്ടില്ല എന്ന്. ചൊരിയുന്നതൊക്കെയും മുഅ്ജിസത്തിന്റെ പശ്ചാത്തലത്തിൽ ഒഴുകുന്ന വെള്ളമായി. ഇവള് കൊടുക്കണമെങ്കിൽ ആദ്യം അത് നശിച്ചിട്ടേ ഇല്ല എന്ന്. കാരണം സ്വഹാബിമാര് പറഞ്ഞു ആ സ്ത്രീയോട് പോകുന്ന അവസരത്തിൽ വലാകിന്നല്ലാഹ ഹുവല്ലദീ അസ്ഖാന, അള്ളാഹുവാണ് ഞങ്ങൾക്ക് കുടിപ്പിച്ചിട്ടുള്ളത് എന്ന വാക്ക് അവളോട് പറയുന്നുണ്ടായിരുന്നു. ആ പറഞ്ഞതിൽ നിന്ന് പിടിച്ചെടുക്കുകയാണ്
അപ്പോൾ അവളുടെ സ്വത്ത് എടുത്തിട്ടില്ല. സ്വത്ത് എടുക്കാത്ത പശ്ചാത്തലത്തിൽ തങ്ങൾക്ക് ഇളവ് കൊടുക്കേണ്ട ആവശ്യവും വരുന്നില്ല. അപ്പോൾ ഈ പെയ്തിറങ്ങിയ വെള്ളം അത്രയും അതെല്ലാം മുജ്ജിത്തിന്റെ വെള്ളമായി. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അതേ സന്ദർഭത്തിൽ അവളുടെ പാത്രത്തിൽ ഉള്ളതിന്റെ ശകലമാണ് ഇങ്ങോട്ട് വീണത് എങ്കിൽ അപ്പോൾ മുജ്ജിത്തിന്റെ വെള്ളം കൊണ്ട് ആ ഇവള് അഥവാ പകരം ഫില്ലപ്പ് ചെയ്തു. മിസിൽ കൊണ്ട് മിസിലിയായ സാധനത്തെ മിസിൽ കൊണ്ട് തന്നെയാണ് ഇവള് ഫില്ല് ചെയ്യേണ്ടത്. ആ ഫില്ലിയൽ സംഭവിച്ചു എന്ന് പറയാമായിരുന്നു. പക്ഷെ ഇവിടെ അതുപോലും ഉണ്ടായിട്ടില്ലായിരുന്നു. ഈ ശേഖരിച്ചിരിക്കുന്ന അത്രയും വിഭവങ്ങൾ, ഭക്ഷ്യസാധനം, ഈ ഭക്ഷ്യസാധനമോ അത് ഇവളാണോ? ഒരിക്കലും ഒരു ഇവളല്ല. കാരണം എന്താ? നശിച്ചിട്ടുണ്ടോ എന്ന് ആദ്യം തീരുമാനിക്കണം. നശിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. നശിച്ചിട്ടില്ല എങ്കിൽ ഒരിക്കലും ഇവള് കൊടുക്കേണ്ടതില്ല. നശിച്ചിട്ടുണ്ടെങ്കിൽ മിസിൽ കൊണ്ട് തന്നെ അടക്കം കിട്ടിയിട്ടുണ്ട് എങ്കിൽ പിന്നെ ഈ ശേഖരമെന്ത്? അതേ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറയുന്നു. وفيه إشارة إلى أن الذي أعطاها ليس على سبيل العوض مائها. ഈ കൊടുത്ത ശേഖരം എന്നുള്ളത് അതൊരിക്കലും പകരം എന്ന രൂപത്തിലല്ല. ബൽ അലാ സബീലി തകർറുമി വത്തഫല്ലുലി. ബഹുസ്വര സമൂഹത്തിൽ പരിഗണന അതാണ് നാം ആദ്യമായി പരിശോധിക്കുന്നത്. ഒന്നുകിൽ ഹർബിയായിട്ടുള്ള ഇസ്ലാമിനോട് ശരിക്കും അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു സമൂഹത്തിലെ മെമ്പർ, അതല്ലെങ്കിൽ സ്ലോ നിലവാരത്തിലുള്ള മെമ്പർ. രണ്ടായിരുന്നാലും ബഹുസ്വര സമൂഹം എന്ന് പറയാവുന്ന മുസ്ലിം അല്ലാത്ത ഒരു അമുസ്ലിം വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വത്തിന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇജ്മഉ ലഹാ എന്ന് പറയുന്നതിൽ നിന്ന് ഉരുത്തിരിയുന്ന കാര്യം എന്തു ചെയ്യണമെന്നാണ്? തകർറും തഫദ്ദുൽ. ഇത് ആവശ്യമാകും. വലഖദ് കറംനാ ബനി ആദം എന്ന് പറയുന്ന ആ ഒരു അർഹത അത് എല്ലാ ഓരോ വ്യക്തികൾക്കും വകവെച്ചു കൊടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ ഇജ്മഉ ലഹ എന്ന് പറയലുണ്ടായിട്ടുണ്ട്. ഇവളുടെ ആവശ്യം ത്വാമിന്റെ കമ്മിയാണ് എന്ന് നബിതങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അവൾ മുഹ്താജത്താണ് എന്ന്, മുഹ്തറല്ലെങ്കിലും മുഹ്താജത്തിന്റെ നിലവാരത്തിൽ ഒരാൾ എത്തിക്കഴിഞ്ഞാൽ അത് ഹർബിയായ കാഫിറാണെങ്കിൽ തന്നെയും ഇസ്തീലാഫ് എന്ന നിലക്ക് അഥവാ ഇണങ്ങിച്ചേരൽ എന്ന നിലക്ക് ആ ആള് നമുക്ക് അങ്ങോട്ട് ഇണങ്ങിയാൽ ഇങ്ങോട്ടും ഇണക്കം കിട്ടും എന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അവിടെ ആ ആൾ മുഹ്തറല്ല, മറിച്ച് മുഹ്താജാണെങ്കിൽ പോലും അദ്ദേഹത്തിന് നാം പേ ചെയ്യണം, നൽകണം. അത് കണ്ടറിഞ്ഞ് കൊടുക്കുക തന്നെ വേണം. ഈ ഒരു അവസരം വരുന്ന സന്ദർഭത്തിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ കഴിയുന്ന മുഴുവൻ ആളുകളും പങ്കുവഹിക്കണം. അതാ ഇജ്മഉ ജമ്മിന്റെ വാവ്. ആർക്കൊക്കെ പങ്കുവഹിക്കാൻ കഴിയുമോ അവർക്കൊക്കെ പങ്കുവഹിക്കാൻ കഴിയും. അപ്പൊ നാം കുറ്റ്യാടിയിലാണെന്ന് വെക്കുക, കോഴിക്കോട്ടാണെന്ന് വെക്കുക, ഒരു മഹല്ലിലാണെന്ന് വെക്കുക. ആ മഹല്ലിൽ മുസ്ലിങ്ങളായ അന്തേവാസികളുണ്ട്. അതേ സന്ദർഭത്തിൽ നിരവധി അമുസ്ലിം സഹോദരങ്ങളും. ഈ മുസ്ലിം സമൂഹത്തിന്റെ ഓരോ മെമ്പറുടെയും നേരെയാണ് അല്ലാഹുവിന്റെ റസൂൽ ഇജ്മഉ എന്ന ജമ്മിന്റെ ലമീറായ വാവ് അവരുടെ എല്ലാവരുടെയും നേരെ നിങ്ങൾ ശേഖരിക്കണം. ആർക്കു വേണ്ടി? നിങ്ങളുടെ മഹല്ലിനകത്തുള്ള ഇസ്തീലാഫ് കൊണ്ട് ഗുണം കിട്ടുന്ന, ഇണങ്ങിച്ചേരുന്നത് കൊണ്ട് ഗുണം കിട്ടുന്ന മുഴുവൻ അമുസ്ലിം സഹോദരികളുടെയും ഹാജത്തുകൾ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി, ഇത് പൂരിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, അത് നിറവേറ്റി കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ അവിടെ ശരിക്കും പിരിവ് തന്നെ നടത്തണം. അപ്പോൾ നമ്മുടെ മഹല്ലൊക്കെ ഉണ്ടാവില്ല നുസ്രത്ത് മുസ്ലിം റിലീഫ് ഫണ്ട് എന്നല്ലേ, അതിലെ മുസ്ലിം അങ്ങ് വെട്ടിക്കളയുക. എന്നിട്ടോ കുറ്റ്യാടി റിലീഫ് ഫണ്ട്, കോഴിക്കോട് റിലീഫ് ഫണ്ട്, ഇതേ പെരാമ്പാടുള്ളൂ. ഒരു മുസ്ലിം റിലീഫ് ഫണ്ട്
അതല്ല ശരി. മുഹ്താജത്താണോ? മുഹ്താജത്താണ് എങ്കിൽ, ആ മുഹ്താജാണ് എങ്കിൽ അവർക്ക് വേണ്ടി ഇജ്മഉ, ശേഖരിക്കുക. അടുത്തതായി നമ്മുടെ ഫിഖ്ഹിന്റെ ഇബാറത്തുകൾ തന്നെ നമുക്ക് വായിക്കാവുന്നതാണ്. ബഹുസ്വര സമൂഹത്തിൽ നമ്മുടെ ഫിഖ്ഹിന്റെ പ്രയോഗം മനസ്സിലാക്കുന്നതിന് വേണ്ടി വദഫ്ഉ ളററിൽ മഅസൂമി മിനൽ മുസ്ലിമീന വഅഹ്ലി ദിമ്മ വൽ അമാൻ അലൽ ഖാദിരീൻ. തുഫ 9-ാം വാള്യം 257 പറയും. വദഫ്ഉ ളറിൽ മഅസൂം, രക്തത്തിന് വില കൽപ്പിക്കപ്പെടേണ്ടതായ ആരെല്ലാം ഉണ്ടോ, അത് മൃഗമായിരുന്നാലും മനുഷ്യനായിരുന്നാലും, ചോരയ്ക്ക് വിലയുള്ള എല്ലാ വിഭാഗത്തിന്റെയും ബുദ്ധിമുട്ട് തടുക്കുക, പ്രതിരോധിക്കുക എന്നുള്ളത് അലൽ ഖാദിരീൻ, അതിന് കഴിയുന്ന ആളുകൾ മേൽ നിർബന്ധമാകുന്നു. ഇവിടെ തങ്ങൾ പിരിവ് ചോദിക്കുന്നത് ആരോടൊക്കെയാണ്? സദസ്സിൽ ചക്കയും ചേനയുമൊക്കെ കയ്യിൽ, അഥവാ അവരുടെ ഭക്ഷണം ആർക്കൊക്കെ കയ്യിലുണ്ടോ അവരൊക്കെ കൊടുക്കാൻ. ആ മഅസൂം എന്ന് പറയുന്നതിന് നിർവചനം അല്ലെങ്കിൽ അതിന്റെ ബയാൻ മിനൽ മുസ്ലിമീന വ അഹ്ലി ദിമ്മ വൽ അമാൻ, മുസ്ലിങ്ങളായ ആളുകളുടെ ബുദ്ധിമുട്ട് മാത്രമല്ല, മറിച്ച് ദിമ്മത്തിന്റെ ആളുകൾ. ദിമ്മത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ യഹൂദി നസ്വാറ, ഷർത്തൊത്തിട്ടുള്ള യഹൂദി നസ്വാറാക്കൾ, അവർക്കൊരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ താമസിക്കുകയും ആ ഇസ്ലാമിക രാഷ്ട്രത്തിലെ രാഷ്ട്രത്തലവൻ ഈ അഹ്ൽ കിതാബ് എന്ന് പറയപ്പെട്ട മസ്സൂറോ ഗൈർ മസ്സൂറോ, ക്ലിപ്തമോ അക്ലിപ്തമോ ആയിട്ടുള്ള സംഘത്തിന് അനിശ്ചിതകാലത്തേക്ക് അവരുടെ തലവരി അടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ പൗരത്വം കൊടുക്കുക എന്ന് പറയുന്നതാണ് ദിമ്മത്തിന്റെ ആളുകൾ എന്ന് പറയുന്നത്. വൽ അമാനി, അവരെയും മഅസൂമായിട്ടാണ്. അമാൻ എന്ന് പറയുമ്പോൾ അവിടെ ഗവൺമെന്റ് വേണമെന്നില്ല. ഒന്നുകിൽ ഗവൺമെന്റ്, അതല്ലെങ്കിൽ രാജ്യത്തെ ഒരൊറ്റ മുസ്ലിം പൗരൻ, അതിന് പെണ്ണാണെങ്കിൽ ശരി, ഒരു ഹർബിയായ കാഫിർ, അറ്റാക്കിന് ഒരുങ്ങി വരുന്ന വ്യക്തി തന്നെ, ആ ആള് അഹ്ലി കിതാബിൽപ്പെട്ടവനാവേണ്ടതില്ല, വസനിയായാലും കുഴപ്പമില്ല, വിഗ്രഹാരാധകനായിരുന്നാലും ശരി. ഒരു വ്യക്തിക്കോ അതല്ലെങ്കിൽ പരിമിതമായ ഏതാനും വ്യക്തികൾക്കോ ഇത്രയും നാൾ നിങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ സുരക്ഷ ഞാൻ ഉറപ്പു തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗ്യാരണ്ടി കൊടുക്കുന്നതാണ് അമാൻ എന്ന് പറയുന്നത്. ദിമ്മത്തും ഇതും തമ്മിൽ വ്യത്യാസം എന്താണ്? ദിമ്മത്ത് കൊടുക്കുന്നത് ഗവൺമെന്റ് ആയിരിക്കും, അത് തന്നെ അനിയന്ത്രിതമായ ആൾക്കൂട്ടത്തിനും കൊടുക്കാം. അമാൻ എന്ന് പറയുന്നത് ഗവൺമെന്റ് വേണ്ട, പൗരൻ സാധിക്കും. എത്ര പേരൊക്കെ പാടുള്ളൂ? നിയന്ത്രിതമായ ക്ലിപ്തമായ ഏതാനും അംഗങ്ങൾക്ക്, അനിശ്ചിതകാലം പറ്റുകയുമില്ല. ഈ രൂപത്തിലുള്ള ആളുകളും ആ രാജ്യത്തെത്തിക്കഴിഞ്ഞാൽ മുഴുവൻ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി ഹർബിയായിരിക്കെ തന്നെ മഅസൂമാണ്, ഇസ്മത്തുള്ളവനാണ്, ചോരയ്ക്ക് വിലയുള്ളവനാണ്. ഇങ്ങനെയുള്ള ആളുകൾ. ഇനി അഹദിന്റെ ആളുകൾ എന്ന് പറയുന്നൊരു കൂട്ടരുണ്ട്. പരസ്പരം ഹുദ്നത്തിന്റെ, അഥവാ അങ്ങോട്ടും ഇങ്ങോട്ടും കലാപമുണ്ടാക്കുകയില്ല, ബായി ഈ ഹിന്ദു മുസ്ലിം ബായി എന്നൊക്കെ പറയും പോലെയുള്ള ഒരു എഗ്രിമെന്റിൽ പങ്കാളിത്തം വഹിച്ചിട്ടുള്ള ആളുകൾക്കാണ് ഈ അഹദിന്റെ ആളുകൾ എന്ന് പറയുന്നത്. പക്ഷേ അവിടെ ഗവൺമെന്റ് വേണം, അതല്ലെങ്കിൽ ഗവൺമെന്റിന്റെ നിലവാരത്തിലുള്ള അംഗീകൃത നേതാക്കന്മാർ വേണം, ചോദ്യം ചെയ്യപ്പെടാത്ത നേതാക്കന്മാർ. ആ ആളുകളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിത്തീരുന്നതാണ് അഹദിന്റെ പേരിലുണ്ടാകുന്ന ഇസ്മത്ത് എന്ന് പറയുന്നത്. പക്ഷെ അതിന് കാലാവധിയുണ്ട്. മാക്സിമം പോയാൽ 5 കൊല്ലം, പിന്നെ ഇടയ്ക്കിടെ പുതുക്കിക്കൊണ്ടിരിക്കാം. ഈ പറയുന്ന ഏതെല്ലാം ഇസ്മത്തിന്റെ ആളുകളുണ്ടോ അവർക്കൊക്കെയും വരുന്ന ബുദ്ധിമുട്ടുകൾ പ്രതിരോധിക്കുക എന്നത് അലൽ ഖാദിരീൻ, കഴിവുള്ള ആളുകൾക്ക് നിർബന്ധമാകുന്നു. തുഫ 9-257 ഇത് പറയുന്നു. ആരാണ് ഈ ഖാദിറുകൾ എന്ന് പറഞ്ഞാൽ? തങ്ങൾ പിരിവെടുത്തതുപോലെ പിരിവിന്റെ സന്ദർഭത്തിൽ മുന്നോട്ട് വരേണ്ടവർ, കണ്ടറിഞ്ഞ് പ്രവർത്തിക്കേണ്ടവർ. അത് തുഫ 9-257 തന്നെ പറയുന്നു. വഹും
മൻ ഇൻദഹു സിയാദത്തുൻ അലാ കിഫായത്തി സന ലഹും വലിമമൂനിഹിം കമാ ഫിർ റൗള. ഒരു വർഷത്തേക്ക് തനിക്കും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായ മെമ്പേഴ്സിനും ആവശ്യമാകുന്ന വിഭവങ്ങൾ, ചെലവുകൾ, ആ ചെലവുകൾക്കുള്ള ആസ്തി, അതിനുള്ള വക, ഒരു വർഷത്തേക്കുള്ള വക, അതിന്റെ എബവ്, അതിന്റെ മുകളിൽ എന്തെല്ലാം ആർക്കെല്ലാം ഉണ്ടോ അവരൊക്കെയും ഈ പറഞ്ഞ ഖാദിർ ലിസ്റ്റിൽ വരുന്നവരാണ്. നമുക്ക് 10 സെന്റും ഒരു ഭൂമി, ഒരു വീടും ഉണ്ടായി കഴിഞ്ഞാൽ അത് വിൽക്കുമ്പോൾ ഒരുപക്ഷെ 50 ലക്ഷം കിട്ടിയേക്കാം, 60 ലക്ഷം കിട്ടിയേക്കാം. ഒരു വർഷം ഒരു മനുഷ്യന് ജീവിക്കാൻ ഇത്രയൊന്നും ആവശ്യമില്ല. അപ്പൊ കിഫായത്ത് സന അതാ പരിഗണിക്കണം, ഒന്നും ഗാലിബല്ല. ഗനിയ്യ് എന്ന് പറയുന്ന ഫിഖ്ഹിന്റെ ഭാഷയിൽ 4 അർത്ഥത്തിന് വരാറുണ്ട്. ചില സ്ഥലത്ത് ഗനിയാവാൻ കേവലം ഒരൊറ്റ ദിവസത്തെ ആഹാരത്തിന് വക ഉണ്ടായാൽ മതി, അപ്പോൾ ഗനിയാണ്. മറ്റൊരാളുടെ സകാത്ത് വാങ്ങാതിരിക്കുന്ന ഗനിയാവാൻ കേവലം ഒരു ദിവസത്തെ ആഹാരത്തിന് വകുപ്പുണ്ടായാൽ തന്നെ അയാളുടെ മിസ്കീൻ റോൾ അല്ലെങ്കിൽ ആ പേര് നഷ്ടപ്പെട്ട ഗനിയായി മാറും. ഇതുപോലെയുള്ള രാജ്യത്തെ മുസ്ലിമോ അമുസ്ലിമോ ആയിരിക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ തീർക്കുന്നതിന് വേണ്ടി പണം കൊടുക്കേണ്ട ഗനിയ്യ് എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു ദിവസത്തെയോ ഒരു മാസത്തെയോ ജീവിക്കാനുള്ള വക കയ്യിലുള്ളവനല്ല, മറിച്ച് ഒരു വർഷക്കാലം ജീവിക്കാൻ വേണ്ടതിന്റെ വക കയ്യിലുള്ളത്, അതിന്റെ മുകളിലുള്ള മുഴുവൻ ആളുകളും ഗനിയ്യകളാണ്. വേറെ ചില കേസുകളിൽ ഉംറു ഗാലിബ് എന്നുള്ളതിനെ ഗനിയ്യിന്റെ ലിസ്റ്റിൽ വരുത്താറുണ്ട്. മുൽത്തർ എന്ന് പറയുന്നവന്റെ മുമ്പിലെത്തിയ ഗനിയ്യ് എന്ന് പറഞ്ഞാൽ തൽക്ഷണം തന്റേതായ സ്വന്തം റൂഹിനെ തടുക്കുന്നതിന്റെ അപ്പുറത്തുള്ളവനൊക്കെ ഗനിയ്യാണ്. അവനവന്റെ ജീവൻ രക്ഷിക്കുന്നതിന്റെ എബവ് വന്നതൊക്കെ കയ്യിലുള്ളവൻ ഗനിയായി മാറും. അതുപോലത്തെ ഒരു മുൽത്തറിന്റെ മുമ്പിൽ ഒരാൾ എത്തിപ്പെടുന്ന സന്ദർഭത്തിൽ. അപ്പോൾ ഗനിയ്യ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത അർത്ഥങ്ങളാണ്. ഈ റിലീഫ്, മഹല്ല് തലത്തിൽ നടക്കുന്ന റിലീഫ്, ലററ് പ്രതിരോധിക്കാൻ വേണ്ടി ഉണ്ടാകുന്ന റിലീഫ് പ്രവർത്തനത്തിൽ പേ ചെയ്യേണ്ടതായ നിർബന്ധമുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ആരാകുന്നു? മൻ ഇൻദഹു സിയാദത്തുൻ അലാ കിഫായത്തി സന ലഹും വലിമമൂനിഹിം. തുഫാ 9:257 പറയുന്നത്. എന്നാൽ ഇത് പറയുന്ന സന്ദർഭത്തിൽ മിക്ക ആളുകൾക്കും തോന്നിയേക്കാം ഡെപ്പോസിറ്റ് ആയിട്ട്, ആസ്തിയായിട്ട് വേണമെന്ന് വരും ഇത്രയും കേട്ടതിൽ നിന്ന്. അത് കരുതല്ലേ. വയമ്പതി അൻഹു ലാ യുസ്തറതു ഫിൽ ഗനിയ്യ അൻ യകൂന ഇൻദഹു മാലു യക്ഫീഹി ലിനഫ്സിഹി വലിമമൂനിഹി ജമീഅ സന ബൽ യക്ഫീ ഫി വുജൂബിൽ മുവാസാത്തി അൻ യകൂന ലഹു നഹു വളായിഫ യതഹസ്സലു മിൻഹാ മാ യക്ഫീഹി ആദാ ജമീഅ സന വയതഹസ്സലു ഇൻദഹു സിയാറത്തുൻ അലാ ദാലിക മാ തുംകിനുൽ മുവാസാത്തു ബി. അലി ശിവറാബിൻ ലസി എന്നവർ പറയുന്നു. കൃത്യമായും ഒരു കൊല്ലത്തേക്കുള്ള ആസ്തി ഇവിടെ കണ്ടുവെക്കേണ്ടതില്ല, മറിച്ച് ഒരുപക്ഷെ തനിക്ക് സർക്കാർ ശമ്പളമുണ്ട്, മന്ത്ലി കിട്ടിക്കൊണ്ടിരിക്കുന്നു, അതല്ലെങ്കിൽ അതുപോലെയുള്ള പീടികയുടെ വാടകയോ മറ്റോ കിട്ടുന്നുണ്ട്. ആ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ശരാശരി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കൊല്ലം വരെ ജീവിക്കാനുള്ള ഒരു ലാഹിറായ സബബ് മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ അയാൾ പൂർവ്വം ഈ പറയുന്ന ഫണ്ടിലേക്ക് പേ ചെയ്തേ പറ്റുള്ളൂ എന്നാ പറയുന്നത്. എന്തെങ്കിലും ഡ്യൂട്ടി ജോലികൾ സർക്കാർ തലത്തിലോ അല്ലാത്ത തലത്തിലോ ഉണ്ടാവുക എന്ന് തന്നെ മതിയാകും. ഇത് ജമൽ ഹാഷ്യത്തുൽ ജമൽ 583 പറയുന്നത്. ഇനി ആരെങ്കിലും പിരിവിന് ഇജ്മഉലഹ എന്ന തങ്ങൾ പറഞ്ഞതുപോലെ ഒരു ഓർഡർ ഇറക്കുക, റെസിപ്റ്റുമായി ഒരാൾ രംഗത്തിറങ്ങുക, ആ അവസരത്തിൽ കൊടുക്കുക, എല്ലാവരും കൊടുക്കുക, കഴിവുള്ളവരൊക്കെ കൊടുക്കുക, അതിൽ ഞാനും ചേരുക എന്ന ആ ഒരു കാത്തുനിൽക്കൽ അതും പാടില്ല. പിന്നെയോ ലൗ സുഇല ഖാദിറുൻ ഫീ ദഫ്ഇ ളററിൻ ലം യജൂസ് ലഹു ലിംതിനാഉ വഇൻ കാന ഹുനാക ഖാദിറുൻ ആഖർ. ഡയറക്റ്റ് ഒരു മുഹ്താജായ ആള് വന്നിട്ട്, മുസ്ലിമോ അമുസ്ലിമോ ആവട്ടെ, ഒരു മുഹ്താജായ ആള് വന്നിട്ട് എനിക്ക് ഇപ്പോ ഇതാ ശ്രീചിത്രയിലേക്ക് പോവേണ്ടതുണ്ട്, എനിക്ക് ഇപ്പോ ഇതാ ഇന്നാലിന്ന ഹോസ്പിറ്റലിലേക്ക് പോവേണ്ടത്, ഞാൻ വിഷമത്തിലാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 25,000 രൂപ ഇപ്പൊ കിട്ടുകയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കേവലം ഒരു ആദിവാസി എന്ന് വിചാരിച്ചുകൊള്ളൂ, നമ്മുടെ പ്രദേശത്തുള്ള ഒരു ആദിവാസി കയറി വന്നാൽ കഴിവുള്ളവനോട് അത് ചോദിച്ചാൽ, ലൗ സുഇല ഖാദിറുൻ, വല്ലൊരു ഖാദിറിനോടും ചോദ്യം, ഫീ ദഫ്ഇ ളററിൻ, അയാൾക്ക് ഏറ്റിട്ടുള്ളൊരു പ്രയാസം, ആ പ്രയാസം എന്ന് പറയുന്നതിൽ ഏതുപെടില്ല, ഇതിനെ പെടുത്തേണ്ടതില്ല, റൂഹ് തൊണ്ടക്കുയിലെത്തിയ കേസ് പെടുത്തേണ്ടതില്ല, അതിന്റെയൊക്കെ എത്രയോ സിമ്പിൾ ആയിട്ടുള്ളതാണ് ഈ ലറർ എന്ന് പറയുന്നത്. ആ ലററിന് വേണ്ടി ചോദിച്ചാൽ ലം യജൂസ് ലഹു ലിംതിനാഉ, ഇല്ല ദാ ഒരു 5,000 രൂപ കൊണ്ട് പൊയ്ക്കോ എന്ന് പറയാൻ പാടില്ല. വൈകാന ഹുനാക ഖാദിറുൻ ആഖർ,
തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു മുതലാളി പാർക്കുന്നുണ്ടെങ്കിലും അങ്ങനെ പറയാൻ പാടില്ല. കാരണം താൻ മുതഅയ്യനായ രൂപത്തിൽ ചോദിക്കപ്പെട്ടവനായി മാറിയല്ലോ. വഹുവ മുത്തജിഹുൻ, ഇതാണ് ശരി. ലിഅല്ലാ യുഅദ്ദിയ ഇല തവാക്കുലി, തട്ടിക്കളിക്കും. ഇവൻ ഈ ഫയലുമായിട്ട് ഈ അപേക്ഷയായിട്ട് ആ മുതലാളിയുടെ അരികിൽ ചെല്ലുമ്പോൾ അയാളും പറയില്ല ഇനി അങ്ങോട്ടൊന്ന് കയറിയുന്നത്. അങ്ങനെയാകുമ്പോഴേക്ക് ഇദ്ദേഹത്തിന്റെ രോഗം മൂർച്ഛിച്ച് പിന്നെ പിടിച്ചാൽ കിട്ടാത്തടത്തേക്കും. അതുകൊണ്ട് സുആല് വന്നു കഴിഞ്ഞാൽ പിരിവിന് കാത്തു നിൽക്കാതെ തന്നെ ആ ചോദിക്കപ്പെട്ട അത്രയും ലറ് തീർക്കാൻ വേണ്ടുന്ന മണി അത് നമ്മുടെ കിഫായത്ത് സ്ഥലത്തിന്റെ എബവ് ഉണ്ട് എങ്കിൽ ഒരു നിവൃത്തിയുള്ള കണ്ണും മുറുക്കി ചുമ്മി കൊടുക്കുകയല്ലാതെ. അതാണ് ഉഫി അംവാലിഹിം ഹഖുൽ ലിസായിലി വൽ മഹ്റൂം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഹഖുൻ എന്നുള്ളത് നിക്റയാണ്, മഅലൂം എന്നുള്ളതിന് സിഫത്താണ്. ആ മഅലൂം ആരൊക്കെയാണ് തിരിയുക? ലഅലിമഹുല്ലദീന യസ്തംബിഖൂനഹു മിൻഹും. ഇസ്തിംബാത്തിന് കെൽപ്പുള്ള ആളുകൾക്കാണ് അത് മഅലൂമാവുക. അവർ പറയുന്ന ഹക്കാണ് ഈ കൊടുക്കാൻ പറയും. ഇതെവിടെ പറയുന്നു? ഈ തവാക്കുൽ എന്ന് അങ്ങോട്ട് വക്കാലത്താക്കി ഇങ്ങോട്ട് വക്കാല ഇട്ട് കളിപ്പിക്കുക, അതിലേക്ക് വഴിവെക്കാതിരിക്കാൻ വേണ്ടി കൊടുത്തേ പറ്റൂ എന്ന് പറയുന്നത് തുഫാ അതിൽപ്പെട്ടതല്ല. 258 രണ്ടാം വാള്യം 258 പറയുന്നത്. ഇനി ബഹുസ്വര സമൂഹത്തിൽ നമ്മുടെ ഫിഖ്ഹിന്റെ പ്രായോഗിക വശം നോക്കുക സുഹൃത്തുക്കളെ. നാം ഈ കസ്വറല്ലാകനിയാവൂ, പണക്കാരെങ്ങാനും ഉപേക്ഷ കാണിച്ചാൽ ആരാണത്? വഹുമന്നിന്ദഹു സിയാദത്തുൻ അലാ കിഫായത്തി സനത്തിൻ ലഹും വലി മമൂനിഹിം. അത് നേരത്തെ പറഞ്ഞല്ലോ, ഒരു വർഷത്തിലപ്പുറം ജീവിക്കാൻ വകയുള്ളവനൊക്കെ അങ്ങനെയാണ്. അത്രക്കാർ വീഴ്ച വരുത്തിയാൽ അനിൽ ഹുഖൂഖിൽ വാജിബത്തി അലൈഹിം, അവരുടെ മേൽ വന്നു വീണ് കിടക്കുന്ന ഇത്തരം സാമൂഹ്യ ബാധ്യതകളിൽ ഉപേക്ഷ വരുത്തിയാൽ ജാസലഹു ഹാക്കിമിന് ജായിസാണ് അല്ലാഹു മിൻഹും, ബലമാൽ ജനങ്ങളിൽ നിന്ന് പിടിച്ചു വാങ്ങൽ. നാം എന്തേ കേട്ടിട്ടുണ്ടാവുള്ളൂ, പക്ഷേ സകാത്തിന്റെ മാനയിൽ നിന്ന് പിടിച്ചു വാങ്ങാമെന്നേ കേട്ടിട്ടുണ്ടാവുള്ളൂ. അല്ല സഹോദരന്മാരെ. പിന്നെയോ ഈ ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവിടെയുള്ള പാവപ്പെട്ടവരുടെ ബുദ്ധിമുട്ട് പ്രതിരോധിക്കുന്നതിന് വേണ്ടി നൽകുന്നില്ലെന്ന് കണ്ടാൽ ഹാക്കിമിന് പിടികൂടാൻ പറ്റുന്നതാണ്. ഇന്റെ വജൂദിൽ മുഖത്തുള്ളി ആ പിടികൂടലിനെ പ്രേരിപ്പിക്കുന്ന അതിന് സഹായകമായ കാര്യങ്ങൾ അവിടെ ഉത്ഭൂതമാകുന്ന നേരത്തെ ഇത് ഫതാവൽ ഖുർദി 98 പേജിൽ പറയുന്നത്. പിന്നെ എന്തൊക്കെയാകുന്നു ഹുഖൂഖ് ബഹുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം? ഈ ഭക്ഷണം മാത്രമാണോ? അല്ല. മിനൽ ഹുഖൂഖി സത്റു ഔറത്തി ആരിൻ വമാ യഖി ബദനഹു മിൻ മുബീഹി തയമ്മുമിൻ വഇത്വാമു ജായിൻ വഫക്കു ഉസറാഅ മുസ്ലിമീന വദിമ്മീന ബിതഫ്സീലി ഫഹാദിഹിൽ ഹുഖൂഖ് വഅംസാലുഹാ യജൂസു ലിൽ ഇമാമി അഖ്ദുഹാ വസർഫുഹാ ഫീ മസ്വാരിഫിഹ അശ്ശറായിയ വഇല്ലാ ഫഹുവ ആസിം. ഫതാവൽ ഖുർദി 98 പറയും. ഏതെല്ലാം പെടും? ആദിവാസിക്ക്, മലമുത്തന്, 4 സെന്റിൽ താമസിക്കുന്നവന്, അതുപോലെ തന്നെ പാവപ്പെട്ടവരായ മറ്റാളുകൾ അവർക്ക് മുണ്ടില്ല എങ്കിൽ സത്രത്തു ഔറത്തി ആരിൻ, മുണ്ട് വാങ്ങിച്ചു കൊടുക്കൽ. ഒമായത്തി ബദന, സ്വന്തം ശരീരത്തിന്റെ വിഖായത്ത് സുരക്ഷയ്ക്ക് വേണ്ടി വരുന്ന ജീവൻ രക്ഷാ മരുന്നുകൾ എന്ന് പറയുന്നതോ അതല്ലെങ്കിൽ തത്തുല്യമായ രൂപത്തിലുള്ള ഷുഗറിന്റെയും പ്രഷറിന്റെയും മറ്റുമൊക്കെ ലിസ്റ്റ് ഡോക്ടർ കൊടുക്കുന്ന മരുന്നുകളുണ്ടല്ലോ, അതൊക്കെ ഡോക്ടർക്ക് വരുന്ന ഫീസ് അതും മായത്തി ബദനഹുൽപ്പെട്ടതാണ്. വൈത്വാമു ജായിൻ വഫക്കു ഉസ്റാ മുസ്ലിമീന വദിമ്മീന, മുസ്ലിമായോ ദിമ്മിയായോ ആ ആളുകൾ എവിടെയെങ്കിലും അറസ്റ്റിൽ കിടക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ അവരെ മോചിപ്പിക്കുന്നതിന് പണം വേണ്ടി വന്നാൽ ആ പണം കൊടുക്കലും ഇതിന് കീഴിൽ വരും. വെറും ആഹാരം മാത്രമല്ല. അപ്പോൾ കേട്ടുപോന്ന് വെക്കുക. ഏത് സംഗതി വെച്ചാൽ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു കൃഷ്ണൻ, അതില്ലെങ്കിൽ ഒരു ഗോപാലൻ, ഒരു ഔസേപ്പ്, അവരാരോ റെഡിൽ വണ്ടി ഓടിച്ച വകയിൽ പോലീസ് പിടിച്ചു വെച്ചു. ഒരു സാധു അറിയാതെ കുടുങ്ങിപ്പോയതാണ്. ഇപ്പൊ അദ്ദേഹത്തെ പുറത്തുവിടണമെന്നുണ്ടെങ്കിൽ അയാളെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുക. 24 മണിക്കൂറോ അതെല്ലാം അപ്പുറത്തേക്കോ അവിടെ സ്റ്റേഷനിൽ തടഞ്ഞു വെച്ചിരിക്കുക. അയാളെ തടഞ്ഞു വെച്ചതിന് ശേഷം പോലീസ് പറയുകയാണ്, ഇനിയും ഇത് ആവർത്തിക്കാതിരിക്കണം, നിനക്കൊരു പണിഷ്മെന്റ് എന്ന രൂപത്തിൽ എന്തെങ്കിലും നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ പുള്ളിയെ അവിടെ നിന്ന് പുറത്തിറക്കി കൊണ്ടുവരുന്നതിന് വേണ്ടി, എന്താ നമ്മളെ കുടുംബക്കാരനൊന്നും അല്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ചെവി തട്ടിക്കളയാതെ ആ ഫക്കിന് വേണ്ടി മുതിരണം എന്നാ പറയും. യാ സുബ്ഹാൻ, ഇങ്ങനൊക്കെ ഫിഖ് പറയുകയോ? അതെ, പിന്നെ ആര് പറയാന്?
ലഅലിമഹുല്ലദീന യസ്തംബിതൂനഹു മിൻഹു. മാന്യ സുഹൃത്തുക്കളെ, സ്കൂളിൽ പിള്ളേരെ കണ്ടാൽ അത് സർക്കാർ സ്കൂളുകളിലാവട്ടെ പ്രൈവറ്റ് സ്കൂളിലാവട്ടെ, മുസ്ലിം കുട്ടികൾ ഇഷ്ടംപോലെ ഉണ്ടാവും നമ്മുടെ എല്ലാ സ്കൂളുകളിലും. പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞിട്ടില്ലാത്ത മുസ്ലിം കുട്ടികളെ സ്കൂളിൽ കാണുന്ന സന്ദർഭത്തിൽ, അതല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ കാണുന്ന സന്ദർഭത്തിൽ, വാഹനത്തിൽ കാണുന്ന സന്ദർഭത്തിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും പൊതുസ്ഥലങ്ങളിലോ അല്ലാത്തപ്പോഴോ കാണുന്ന സന്ദർഭത്തിൽ എന്തായിരിക്കണം ആ കുട്ടികളോട് കാണിക്കേണ്ട സമീപനം? പ്രായപൂർത്തി വരെ പ്രത്യേകമായൊരു കാഴ്ചപ്പാടാണ്. പ്രായപൂർത്തി വരെ പ്രത്യേകമായൊരു കാഴ്ചപ്പാടാണ്. മഹാനായ ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി തുഫ 3-ാം വാള്യം 76-ൽ ഇതാ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. എന്ത്? അത്ഫാലുൽ കുഫാർ, അത്ഫാലുൽ കുഫാർ. ആ കാഫിർ ഒരുപക്ഷെ ഹർബിയാണെന്ന് വെക്കുക, എന്നാൽ പോലും അവർ വൽ മുഹഖിഖൂന അലാ അന്നഹും ഫിൽ ജന്ന. മഴ പെയ്യാതിരിക്കുമ്പോൾ കഞ്ഞിവാർച്ച. എവിടെയാ കഞ്ഞിവാർച്ച? ജുമഅ കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ആളുകൾക്ക്. അത് കഴിഞ്ഞാലോ ഞായറാഴ്ച സ്കൂളില്ലാത്ത ദിവസം മദ്രസയിലെ കുട്ടികളെ കിട്ടുന്ന ദിവസം നോക്കിയിട്ട് പോരെ സുഹൃത്തെ. തുഫയിൽ നിന്ന് മനസ്സിലാകുന്നത് നിന്റെ LP സ്കൂളിലാ കഞ്ഞിവാർച്ച വാരണ്ട്. മഴ പെയ്യാൻ കഞ്ഞിവാരേണ്ടത് സ്കൂളിലാണ്. കാരണം അവിടെ ഇരിക്കുന്നത് എല്ലാം തന്നെ 10 വയസ്സിന്റെ താഴെയുള്ളവരായിരിക്കും. അത് ഗോപാലന്റെ കൃഷ്ണന്റെയും കല്യാണി കുട്ടിയുടെ ഒക്കെ പിള്ളേരുണ്ടാവും, നമ്മുടെ മുഹമ്മദാജിന്റെ പോലത്തെ അതൊക്കെ കുട്ടികളുണ്ടാവും. ഇവര് ഫുള്ള് അത്ഫാൽ കുഫാർ. ഹക്കിങ്ങൾ പറയുന്നു അവർ സ്വർഗത്തിലാണ്. യത്ബഉഹും ദുരിയത്തുഹും എന്ന് പറയുന്ന ആ ആയത്തുകളൊക്കെ നിലനിൽക്കെ തന്നെയാണ് ഹക്കിങ്ങൾ ഇത് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ദുനിയാവിന്റെ കാര്യത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ മാതാപിതാക്കൾ മറുപുറത്തായതുകൊണ്ട് മയ്യത്ത് നിസ്കരിക്കുകയോ മറ്റോ കാര്യങ്ങളില്ല. അവരുടെ ഇപ്പോഴത്തെ ഐഡി ഇതാണ് എന്ന ഈ ഒരു വിചാരത്തിലേക്ക് നാം അവരോട് പെരുമാറേണ്ട. സഹോദരങ്ങളെ, പരിഗണനയുടെ പശ്ചാത്തലം ഇത്രയും പറഞ്ഞതിന് ശേഷം സമയം കുറവായതുകൊണ്ട് തന്നെ ഇനി നിയന്ത്രണം എന്ന് പറയുന്നൊരു ഭാഗം. ഇതെല്ലാം കേൾക്കുന്ന അവസരത്തിൽ നിയന്ത്രണം വിട്ടുപോകരുത്, നിയന്ത്രണം പാലിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഏതൊക്കെയാണ് നിയന്ത്രണത്തിന്റെ ഭാഗമായി നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഫിഖ്ഹിന്റെ ഇബാറത്താണ് വായിക്കുന്നത്. മതസ്പർദ്ധയാണ് എന്നും തെറ്റിദ്ധരിക്കാൻ പാടില്ല. വലഹു അയ്യൽ മുവഹി അൻ നഫ്സിഹി മാ ലം യർതദ്ദ ഇദ് ലാ യജൂസു ലികാഫിരിൻ അൽ അക്ലു മിൻഹാ മുത്ലഖ വലഹു ഫഖീറൻ ഔ ഗനിയൻ മന്ദൂബത്തൻ ഔ വാജിബ. എന്താ? ഉൽഹിയത്ത് അറുത്ത വ്യക്തിക്ക് സുന്നത്താണ് എന്ന് മാത്രമല്ല, അയാൾ സുന്നത്ത് തന്നെ, ശക്തമായ സുന്നത്തുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കിയിട്ട് താൻ അറുത്തിട്ടുള്ള ഉൽഹിയത്തിന്റെ ഭക്ഷണം, ആ മാംസം അയാൾ കഴിക്കണം, സുന്നത്തായ ഉൽഹിയത്തിൽ നിന്ന്. പക്ഷേ മാലം യർത്തദ്ദ, ഉൽഹിയത്ത് അറുത്തതിന് ശേഷം പിന്നീട് ഈ മാംസം സപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഉൽഹിയത്ത് അർത്ഥവും മുർത്തതായി. അങ്ങനെ മുർത്തതായി കഴിഞ്ഞാൽ പിന്നീട് അയാൾക്ക് തൊടാൻ പാടില്ല. സുന്നത്തായിട്ടുള്ള ആ ഉൽഹിയത്തിന്റെ മാംസം അയാൾക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ തിന്നാൻ പാടില്ല. ഇത് ലാ യജൂസു ലികാഫിരിൻ അൽ അക്ലു മിൻഹാ. അതാണ് മാലം യർത്തദ്ദ എന്ന് പറഞ്ഞിട്ടുള്ളത്. വയൂഖദു മിൻഹു, ഈ പറഞ്ഞതിൽ നിന്ന് എന്തുരുത്തിരിയുന്നുണ്ട്? ഐ മിൻ അദമി ജവാസി അഖിലിൽ കാഫിരി മിൻഹാ മുത്ലഖത്ത്. ഉൽഹിയത്തിന്റെ മാംസം
ഒരു അവിശ്വാസിയായ വ്യക്തിക്ക് ഭുജിക്കുക പാടില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് എന്ത് ഉരുത്തിരിയുന്നുണ്ട്? അന്നൽ ഫഖീറ വൽ മുഹ്നായിലഹി ലാ യുത്രിമുഹു മിൻഹാ 9:363 പറയും. നിയന്ത്രണത്തിന്റെ ഭാഗം കൊടുക്കണം. നേരത്തെ കേട്ടു നിങ്ങൾ ശ്രീചിത്രയിലേക്ക് പോവാൻ 25,000 വേണ്ടി വന്നാൽ 25,000 തന്നെ കൊടുക്കണം. നിർത്തിവെക്കരുത്, ഫണ്ട് കാത്തിരിക്കരുത്. നേർക്ക് നേരെ സ്വാല് വന്നാൽ അതേ അവസരത്തിൽ തന്നെ ഇത് വേറെയാണ് ആഹാരം. ഇത് എന്ന് പറഞ്ഞാൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൗഹീദിന്റെ ഒരു അങ്ങേയറ്റത്തെ വ്യക്തിത്വമാണ്. അവരുടെ തൗഹീദിന്റെ സുസ്ഥാപനത്തിന്റെ ഭാഗമായി നിലവിൽ വന്നിട്ടുള്ള ചടങ്ങുകളിൽപ്പെട്ട ഒരു ചടങ്ങാണ് ഈ ഉദ്ഹിയ്യത്ത്. ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒരംശം പോലും തൗഹീദിന്റെ ഓപ്പോസിറ്റിൽ ഇരിക്കുന്ന ആളുകളിലേക്ക് പൊയ്ക്കൂടാ. അത് അതിൻ്റെതായ ഒരു ബഹുമതിയാണ്, ആ വസ്തുവിന്റെ ഒരു ബഹുമതിയാണ്. മേൽപ്പറപ്പെട്ട 25,000 50,000 കൊടുക്കുന്ന അവസ്ഥയിൽ തന്നെ ഇതിന്റെ മാംസവും കൊടുക്കാൻ പാടുള്ളതല്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ഫക്കീറിനോ അതല്ലെങ്കിൽ ധനികരായ ഒരു വ്യക്തിക്ക് ഹദിയ എന്ന രൂപത്തിലോ മുസ്ലിമായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉദ്ഹിയ്യത്തിന്റെ ഒരു ഭാഗം ലഭിച്ചാൽ അത് പാചകം ചെയ്തിട്ട് പോലും ഈ തൗഹീദിന്റെ കീഴിലുള്ളവരല്ലാത്തവർക്ക് കൊടുക്കാതെ ആ മാംസത്തോടും അത് നിലവിൽ വരാൻ പശ്ചാത്തലമൊരുക്കിയ ഇബ്രാഹിം നബി ഇസ്ലാമിനോടും ഇസ്മായിൽ നബി ഇസ്ലാമിനോടും ഒക്കെയുള്ള ഓർമ്മ നിലനിർത്തി നിയന്ത്രണം പാലിക്കേണ്ടതാകുന്നു. നിയന്ത്രണത്തിന്റെ ഒരു ഭാഗമാണ്. ഒരു സ്ഥാനവും മാനവും ഒക്കെ ഉണ്ടല്ലോ, എല്ലാറ്റിനും ഓരോ സ്ഥാനവും മാനവും അത് കൽപ്പിക്കണം. തുഹ്ഫ 4-ാം വാള്യം 63-ൽ ഷെർവാനിയ പറയുന്നത് വയഹറുമു അൻ യുജീബ ബിഹാ കാഫിറ. രണ്ടാമത്തെ നിയന്ത്രണത്തിന്റെ ഭാഗമാണ്. നിയന്ത്രണത്തിന്റെ പ്രായോഗിക പശ്ചാത്തലത്തിൽ പ്രായോഗിക തലത്തിൽ. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞത് പൂർത്തിയായില്ല. അവിടുത്തെ പ്രായോഗിക പശ്ചാത്തലം എന്താണെന്ന് പിന്നെ ഒരു ചോദ്യം വരും. അയൽപ്പക്കത്തും ഈ പുറത്തും അപ്പുറത്തും ഒക്കെ മുസ്ലിം സഹോദരങ്ങൾ താമസിക്കുക, താൽ ദിവസം നമ്മുടെ ഭാഗത്ത് ഒരു അറവ് നടക്കുകയും ചെയ്യുക, എന്നിട്ട് ആ മാംസം ഇങ്ങനെ വിതരണം ചെയ്യുകയും ചെയ്യുക. അങ്ങനെ വരുന്ന ആ ദിവസത്തിൽ ഇത് ഒരു മതസ്പർദ്ധയായി പരിഗണിക്കപ്പെടുകയില്ലേ, ഒരു വിവേചനമായി കാണുകയില്ലയോ, ഒരു മതിൽക്കെട്ടലായി തോന്നുകയില്ലയോ? അങ്ങനെ സ്വീകരിക്കപ്പെടുന്ന വീടുകളും ആഗ്രഹിക്കപ്പെടുന്ന വീടുകളും ഉണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇജ്മഉ ലഹ എന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. അത് വെച്ചിട്ട് ആ ഉദ്ഹിയ്യത്തിൽ പങ്കുവയ്ക്കുന്ന എല്ലാ ആളുകളും തന്നെ തലേന്ന് വേറെ ഒരു കുട്ടനെയും കൂടി ശരിയാക്കണം. അതിന് ഉദ്ഹിയ്യത്ത് നല്ല പേര്. അതിന്റെ പേരെന്താണ്? അത് ലഹ്മു ത്വആം. ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ സപ്ലൈ ചെയ്യാൻ പറ്റുന്ന, അത് എപ്പോൾ തന്നെ കൊടുത്തേക്കുക. നമ്മുടെ അറബൊക്കെ വരുന്നതിന് മുന്നേ തന്നെ കൊടുത്തേക്കുക. നേരം പുലർന്നതിന് ശേഷം കൊടുക്കാനും പിടിക്കാനും നിന്നാൽ ആളുകൾ ഒരു പക്ഷേ തെറ്റിദ്ധരിച്ചു എന്ന് വന്നേക്കാം ഇത് ഉദ്ഹിയ്യത്താണെന്ന്. അപ്പൊ മറ്റുള്ളവരും അറിയാതെ ഉദ്ഹിയ്യത്തിൻ്റെത് കൊടുക്കാൻ തുടങ്ങും. ഇത് അതുമായി കണക്ഷൻ ഇല്ല. ഇത് ഇസ്തീലാഫിന്റെ സൗഹൃദത്തിന്റെ ആ നിമിതങ്ങൾ പെണ്ണിന് ജമ്മു ചെയ്യാൻ പറഞ്ഞതുപോലെയുള്ള കൊടുതിയാണ്. ഈ നിലക്ക് സൗഹൃദം നിലനിർത്തിയും വേണം. അതാണ് പ്രായോഗികം. മറ്റൊന്ന് കേൾക്കുക, വയഹറുമായി യുജീബ ബിഹ അൻ യുജീബ ബിഹ കാഫിറ. ഷെർവാനി പറയുക, ഒരാൾ ഇങ്ങോട്ട് വിളിച്ചാൽ ആ വിളിച്ചയാൾക്ക് മറുപടി കൊടുക്കുന്ന അവസരത്തിൽ അയാൾ അത്യാവശ്യം സ്റ്റാൻഡേർഡ് നിലവാരം മതപരമായി ഒരു കസേര അർഹനായ ആളാണെന്ന് വെക്കുക, അറിയപ്പെട്ട ഒരാളെന്ന് പറയുക. അങ്ങനത്തെ ഒരാൾ ഇങ്ങോട്ട് വിളിച്ചാൽ അപ്പോൾ ലബ്ബൈക്ക് കൊണ്ട് പ്രതികരിക്കലാണ് കൂടുതൽ മെച്ചം. ഹലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിളിക്ക് ഉത്തരം ചെയ്യുന്നതിനേക്കാളും എല്ലാം കൊണ്ടും ലബ്ബൈക്ക ലബ്ബൈക്ക. ഇപ്പൊ ഉമ്മ വിളിച്ചു, ഉപ്പ വിളിച്ചു, ഉസ്താദ് വിളിച്ചു, അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ലബ്ബൈക്ക ലബ്ബൈക്ക. പക്ഷെ അതേ സന്ദർഭത്തിൽ തന്നെ ഒരാൾ, അയാൾ ആരാണ്? അയാൾ അമുസ്ലിം സഹോദരന്. ആ മുസ്ലിം സഹോദരൻ ദുബായിൽ ജോലി ചെയ്ത ആളാണ്, മറ്റൊരു ജോലി ചെയ്ത ആ അറബിയൊക്കെ അറിയാം. അയാളാണ് വിളിക്കുന്ന അവസരത്തിൽ അവിടെ ലബ്ബൈക്ക കൊണ്ട് ജവാബ് പറയാൻ പാടില്ല, പ്രതികരിക്കാൻ പാടില്ല. എന്താ കാരണം? ഈ ഉദ്ഹിയ്യത്തിന് ഉദ്ഹിയ്യത്ത് എന്ന രൂപത്തിൽ ആ മാംസത്തിന് ഒരു പ്രത്യേകമായ നിലവാരമുണ്ട്. അത് കെയർ ചെയ്യണം എന്ന പോലെ ഈ വേർഡ് ലബ്ബൈക്ക ലബ്ബൈക്ക എന്നുള്ള വേർഡ് സത്യം പറഞ്ഞാൽ അത് എന്തിന്റെ ഭാഗമാണ്? അത് ഹജ്ജിനും ഉംറക്കും ഇഹ്റാം കിട്ടിയാൽ ആ മുഹരിമായ ആൾക്ക് വേണ്ടി
ആണ് അത് നിലവിൽ ഉപയോഗിക്കപ്പെടുന്ന മന്ത്രം. ഇങ്ങനെയുള്ളൊരു മന്ത്രത്തെയാണ് നാം ഈ കടമെടുക്കുന്നത് വിളിക്കുത്തരം ചെയ്യാൻ വേണ്ടി. പക്ഷേ ആ ഉത്തരം ചെയ്യുന്ന സന്ദർഭത്തിൽ ഇതിന്റെ നിലവാരം മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ അവിടെ പെരുമാറാൻ പാടുള്ളൂ എന്ന് നിയന്ത്രണത്തിന്റെ ഭാഗമായി പറയുന്നു. സുഹൃത്തുക്കളെ, നിലവാരമാണ്, ഓരോരോ നിലവാരമാണ്. ആ നിലവാരം അവരും ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ പള്ളിയുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന സന്ദർഭത്തിൽ അവരവരുടെ പുണ്യമെന്ന് കരുതുന്ന സംഗതിയാണല്ലോ എന്ത്? മുട്ടൽ, മദ്ദളം, കൊട്ടൽ. കാലം ഇത്രയും നമ്മൾ കാണുന്ന കാഴ്ച എന്താണ്? മുസ്ലിം പള്ളിയുടെ മുമ്പിലൂടെ പോകുമ്പോൾ അവർ പുണ്യമാണെന്ന് കരുതുന്നതിനെ അവർ ബ്രേക്ക് ചെയ്യുന്നു, അവർ നിയന്ത്രണം പാലിക്കുന്നു. ഇവിടേക്ക് ഇത് ചേർന്നതല്ല എന്നൊരു തോന്നലാണിത്. ഇതേ ക്രമത്തിൽ ഈ പദത്തിനോട് ഒരു ആദരവ്, ആ മാംസത്തിനോട് ഒരു ആദരവ്, അത് ശ്രദ്ധിക്കുക. അത്ര മാത്രമേ ഉള്ളൂ. അത് സ്പർദ്ധയല്ല, അതല്ലെങ്കിൽ രാജ്യത്ത് ഭിന്നതയുണ്ടാക്കലാണ്, തെറ്റിദ്ധരിക്കാൻ പാടില്ല. നിയന്ത്രണത്തിന്റെ ഭാഗമായി ഇനിയും ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ. വലാ യുംനഉ അഹ്ലുൽ ദിമ്മ അവിൽ അഹദി അൽ ഹുദൂർ ഐ ലാ യൻബഗി ദാലിക. ഇപ്പോ മഴ പെയ്യുന്നില്ല, അല്ലാഹു തആല മഴ തിരുമാറാവട്ടെ. അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസ. നമുക്ക് ദുആ ചെയ്യാം. മഴയ്ക്ക് വേണ്ടിയുള്ള ഒരു ഇസ്തിസ്ഖാ നിസ്കാരം അതിന് ഓർഡർ ഇട്ടാൽ, ഹാക്കിം ഓർഡർ ഇട്ടാൽ, അപ്പോൾ നോമ്പെടുത്തുകൊണ്ട്, സുന്നത്ത് നോമ്പെടുത്തുകൊണ്ട് ആളുകളെല്ലാം നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിലേക്ക് കേന്ദ്രീകരിക്കും. ആ കേന്ദ്രീകരണ സന്ദർഭത്തിൽ അവർ അവരുടെ വീടുകളിൽ വളർത്തുന്ന ജീവജാലങ്ങളെയും കൊണ്ടുവരും. എന്നാൽ ഈ അവസരത്തിൽ ഇത്തരമൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ട് അതിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി അഹ്ലുൽ ദിമ്മത്ത്, അഹ്ലുൽ അഹദ് അത്തരക്കാരായ ആളുകൾ അവരെങ്ങാനും വരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വലാ യുംനഉ അഹ്ലുൽ ദിമ്മ അൽ ഹുദൂറ. അതിന്റെ മഹിമ മനസ്സിലാക്കി ആ ഭാഗത്തേക്ക് ഞങ്ങൾ വരട്ടെ എന്നുള്ള ഒരു താല്പര്യം അവർ രേഖപ്പെടുത്തിയാൽ വിലക്ക് പറയരുത്, വിലക്ക് പറയരുത്. വെള്ളത്തിന് വേണ്ടി, ദുആ ചെയ്യുന്നതിന് വേണ്ടിയും നിസ്കരിക്കുന്നതിന് വേണ്ടിയും ഒരുങ്ങുന്ന ഇടങ്ങളിലേക്ക് ഇത്തരക്കാരായ സൗഹൃദത്തിന്റെ വിഭാഗങ്ങൾ, ഇതര സമൂഹങ്ങൾ വരുമ്പോൾ വരണ്ട, നിങ്ങളങ്ങോട്ട് വരണ്ട എന്ന് പറയരുത്. അതെന്താണ്? പരിഗണനയാണ്. ഇനി നിയന്ത്രണം കേട്ടോളൂ. പക്ഷേ വലാ യഖ്തലിതൂന ബിനാ, നാം ഏതൊരു പ്ലാറ്റ്ഫോമിലാണോ, അതല്ലെങ്കിൽ ഏതൊരു സദസ്സിലാണോ, ഏതൊരു മൈതാനിയിലാണോ, എന്നാൽ ആ മൈതാനിക്കകത്തേക്ക് കയറി വരിക എന്ന രൂപത്തിലാവുകയും ചെയ്യരുത്. ഐ യുക്റഹു ലനാ ഫീമാ യൽഹറു തംകീനുഹും മിൻ ദാലിക മിൻ ഹീനിൽ ഖുറൂജി ഇലൽ ഔദ്. വീട്ടിൽ നിന്ന് പുറപ്പെട്ട് തിരിച്ചു പോകുന്നത് വരേക്കുമുള്ള ഒരു ഘട്ടത്തിലും തന്നെ ഇഖ്തിലാത്ത് എന്നത് സംഭവിക്കാതെ നോക്കണം. അത് കറാഹത്താണ്, ഇഖ്തിലാത്തിന് അവസരം വെച്ചു കൊടുക്കൽ. അപ്പൊ നിയന്ത്രണങ്ങളുണ്ട്. എന്താണ് കാരണം? ഒന്ന്, തൗഹീദിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ്. അതേ സന്ദർഭത്തിൽ നമ്മുടെ സഹോദരങ്ങളിൽ നിന്നും ഉയർക്കൊള്ളുന്ന പ്രാർത്ഥന എന്തായിരിക്കും? അത് തൗഹീദിന്റെ മറുഭാഗത്ത് നിന്നുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയായിരിക്കും. ഇത് രണ്ടും കൂടി ഒന്നിച്ചു പോവില്ലല്ലോ, രണ്ടും ഒന്നിച്ചു പോവുകയില്ല. അപ്പോൾ തൗഹീദിന്റെ മറുപുറത്തു നിന്നുള്ള ഒരു പ്രാർത്ഥനയാകുമ്പോൾ തൗഹീദിന് അണ്ടറിൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥന വരെ ഒരു പക്ഷേ നിഷ്ഫലമാവുക എന്നിടത്തേക്കായിരിക്കും കാര്യങ്ങൾ നീങ്ങുക. അപ്പോൾ അവർക്കും ദോഷം ചെയ്യും, നമുക്കും ദോഷം ചെയ്യും നിഷ്ഫലമാകുമ്പോൾ. അത് വരരുത്. തൗഹീദിന്റെ പശ്ചാത്തലത്തിൽ പ്രാർത്ഥന നടക്കട്ടെ. ആ പ്രാർത്ഥന നടന്നിട്ട് അതിനാൽ കിട്ടുന്ന ഗുണം അവരുകൂടി അനുഭവിക്കട്ടെ. കാരണം അല്ലാഹു റഹ്മാനാണ്, വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഭൗതികമായ ഗുണം ചെയ്യുന്നത്. നിയന്ത്രണമാണ് പറയും, നിയന്ത്രണമാണ്, മതസ്പർദ്ധയല്ല. ഓരോന്നിനും ഓരോരോ അതിർവരമ്പുകൾ. ഒരു അമുസ്ലിം സഹോദരൻ നമ്മെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ, നാം ഇടപഴകുന്ന സന്ദർഭത്തിൽ അവരുടെ ഭാഗത്ത് നിന്ന് പ്രാർത്ഥനകൾ വരുമ്പോൾ
ആ പ്രാർത്ഥനയോട് പ്രതികരിക്കേണ്ടതിൻ്റെ നിയന്ത്രിത വശം, അതിൻ്റെ നിയമപരമായ വശം പണ്ഡിതന്മാർ ഇതാ നമുക്ക് രേഖപ്പെടുത്തി തരുന്നു. ഒരു കാഫിറിന്റെ ദുആ, അവിശ്വാസിയായ ഒരാൾ പ്രാർത്ഥന നടത്തുന്ന അവസരത്തിൽ ആ പ്രാർത്ഥന ഒരുപക്ഷേ നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. നിനക്ക് നല്ലത് വരട്ടെ, നീ ഗൾഫിലോട്ട് പോവുകയല്ലേ, നിനക്ക് നല്ലത് വരട്ടെ, ഐ വിഷ് യു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുണ്ടല്ലോ. അപ്പോൾ അതിന് ആമീൻ പറയൽ ജായിസാണ്. അവന്റെ ഹിദായത്തിന് വേണ്ടി ഞാൻ നന്നാവട്ടെ എന്നവൻ പറഞ്ഞാൽ അതിനും ആമീൻ പറയൽ ജായിസാണ്. അതേ അവസരത്തിൽ അവൻ പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാവാത്ത ഒരു പശ്ചാത്തലത്തിൽ, ഇപ്പൊ സംസ്കൃതത്തിൽ ശ്ലോകം ചൊല്ലിക്കൊണ്ട് അയാൾ ഇങ്ങനെ കൈമലർത്തുന്നത് കണ്ടാൽ അവിടെ ആ മുനിയാണ് പ്രാർത്ഥിക്കുന്നത്, അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളാണ്, പൂജാരിയാണ് എന്നും കരുതിക്കൊണ്ട് അതിന് ആമീൻ പറയാൻ പാടില്ല. കാരണം അതിൽ തൗഹീദിന്റെ, വിഗ്രഹാരാധനയുടെ, മറ്റുള്ളതിൻ്റെ വകുപ്പുകൾ ഉണ്ടാവാനാണ് സാധ്യത എന്നതിൻ്റെ പേരിൽ അവിടെ ആമീൻ പറയാൻ പാടില്ല. എന്നു മാത്രമല്ല വയംബഗി അന്നദാലിക കുല്ല, ഇതെല്ലാം ഏത് ജവാസു തഅമീനി അലാ ദുആഇൽ കാഫിർ എന്ന് പറയുന്നത് ഇദാലം യകുൻ അലാ വജ്ഹി യുശ്ഇറു ബിത്തഅളീം, ആ പ്രാർത്ഥന ചൊല്ലുന്നയാളെ നാം ആദരിക്കുന്നുണ്ട് എന്ന ഒരു അങ്ങനെയുള്ളൊരു ഛായ വരാതെയായിരിക്കണം ആമീൻ പറയുന്നത്. ആ ആളെന്ന് പറഞ്ഞാൽ ഒരു പുണ്യവാളനാണ്, അദ്ദേഹം ആദരിക്കപ്പെടേണ്ട ആളാണ്, അദ്ദേഹം അള്ളാഹുവിന്റെ ഒരു മുഖറബാണ് എന്നുള്ള വിചാരം വെച്ചുകൊണ്ടോ സദസ്യർക്ക് അങ്ങനെ തോന്നാനിട വെച്ചുകൊണ്ടോ ഉള്ള ഒരാമീൻ പറച്ചൽ ജായിസായിടത്ത് തന്നെ പാടില്ല എന്ന്. ഖുസൂസൻ ഇദാ ഖവിയത്തിൽ ഖരീനത്തു അലാ തഅലീമിഹി വതഹ്തീരി ഗൈരിഹി, വിശിഷ്യ ഈ മുനി നടത്തുന്ന അവസരത്തിൽ അദ്ദേഹത്തെ ആദരിക്കുകയും അദ്ദേഹമല്ലാത്ത മറ്റു മുസ്ലിമായ ഒരാള് അപ്പുറത്തിരിക്കുന്ന ആളെ, സ്റ്റേജിലാവട്ടെ അല്ലാത്തപ്പോഴാവട്ടെ, ആ ആളെ ഒന്ന് തഹ്തീറാക്കുകയും ചെയ്യുന്ന നിലവാരമുണ്ടാകുമ്പോൾ അത് പാടില്ല എന്ന കാര്യമാണ്. ഷർവാനി ദവാത്തുഫ 3-ാം വാള്യം 75 ഇതെടുത്തു പറയുന്നു. അപ്പോൾ സഹോദരങ്ങളെ, നിയന്ത്രണത്തിന്റെ ഭാഗമായി നാം ശ്രദ്ധിക്കേണ്ടത് പരിധി വിട്ടു പോകരുത് എന്നാണ് ഇത്തരുണത്തിൽ പറയാനുള്ളത്. വസ്ത്രധാരണയുടെ കാര്യം ശ്രദ്ധിക്കുക. വലിയൊരു സങ്കടമുള്ള വിഷയം വസ്ത്രധാരണയെക്കുറിച്ച് ഡ്രസ് കോഡ് എന്ന പേരിൽ അറിയപ്പെടും. ഡ്രസ് കോഡ് വയുഉമറു വുജൂബൻ ഇൻദ ഇഖ്തിലാഫിഹിം ബിനാ ബിൽ ഗിയാർ വഹുവ തഗ്യീറുൽ ലിബാസ് വലൗലാ ബിൽ യഹൂദി അൽ അസ്ഫർ വബിൻ നസ്വാറ അൽ അസ്റഖ് വബിൽ മജൂസ് അൽ അസ്വദ് വബിൽ സാമിറ അൽ അഹ്മർ. വയുഉമറു വുജൂബൻ ഇൻദ ഇഖ്തിലാഫിഹിം ബിനാ, അമുസ്ലിം സഹോദരങ്ങൾ ഇഖ്തിലാത്ത് അഥവാ ഇഴകലർന്ന് ജീവിക്കുന്ന സന്ദർഭത്തിൽ അവരോട് നമുക്ക് ഉത്തരവിടാൻ കഴിയില്ല. നാം മതേതര ഭൗതിക ഭാരതത്തിലാണ്. അവർ സ്വയം നിലയിൽ വേർതിരിവിൻ്റെതായ ഒരു ഡ്രസ്സ് തീരുമാനിച്ചാൽ ആ ഡ്രസ്സ് തീരുമാനിക്കുന്നതിനെ നമ്മുടെ ഭാഗത്തിനെന്ന് അറപ്പോടെയും വെറുപ്പോടെയും കാണുകയാണോ വേണ്ടത്? മതം തന്നെ പറയുന്നത് എന്താ? വയുമറു ബിൽ ഗിയാർ, അതായത് തഗ്യീറുൽ ലിബാസ്, ഡ്രസ് കോഡ്. അത് അവരോട് പറയാൻ പറ്റുന്നതായിരുന്നുവെങ്കിൽ അവരോട് പറയുകയാ വേണ്ടി. പക്ഷേ പറയാൻ, ഉത്തരവിടാൻ നാം ആരാണ്? നാം മതേതര ഭൗതിക ഭാരതത്തിലാണ്. നമുക്ക് ഉത്തരവിടാൻ പാടില്ല.
ഇവിടുത്തെ നിയമം ഓരോരുത്തരും അവരവരെ അനുസരിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് പ്രകാരം പോവുകയാണ്. അപ്പൊ സ്വയം അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ ഡ്രസ്സിന്റെ കാര്യത്തിൽ ഇന്നത് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന്റെ നേരെ വെറുപ്പും അറപ്പും വെച്ച് പുലർത്തലല്ല അവിടെ അഭികാമ്യമായിട്ടുള്ളത്. നോക്കുക, ഒരു അസുഖകരമായ റിപ്പോർട്ട്. കാവിമുണ്ട് ധരിച്ചയാളെ പ്രവേശിപ്പിച്ചില്ല, ഹോട്ടലിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസ്. തിരുവനന്തപുരം. കാവിമുണ്ട് ധരിച്ചതിന്റെ പേരിൽ തലസ്ഥാന നഗരത്തിലെ സ്വകാര്യ ഹോട്ടൽ റെസ്റ്റോറന്റിൽ യുവാവിന് അത്താഴം നിഷേധിച്ചെന്ന പരാതിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. അരുവിപ്പുറം ആശ്രമ സന്ദർശനമായതിനാലാണ് കാവിമുണ്ട് ധരിച്ചതെന്ന് ഹോട്ടൽ അധികൃതരെ അറിയിച്ചിട്ടും അകത്തു കയറാൻ അനുവദിച്ചില്ലെന്നായിരുന്നു ഹരി എന്നയാളുടെ പരാതി. സംഭവം അന്വേഷിച്ച് വിശദീകരണം നൽകാൻ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സൺ പി മോഹൻദാസ് ടൂറിസം ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. ഹോട്ടൽ MD-യും വിശദീകരണം നൽകണം. സംഭവ ദിവസം വൈകിട്ട് 6 മുതൽ 10 വരെയുള്ള CCTV ദൃശ്യങ്ങൾ ഹാജരാക്കാൻ ഹോട്ടൽ ഉടമയോട് കമ്മീഷൻ നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കാൻ എത്തുന്നവർക്ക് ഡ്രസ് കോഡ് ഉണ്ടെന്ന കാര്യം കേട്ടുകേൾവിയില്ലാത്തതാണെന്നും കമ്മീഷൻ നിരീക്ഷിച്ചു. ആരായിരിക്കണം ഈ വെറി കാണിച്ചിട്ടുണ്ടാവുക? ആരായിരിക്കണം ഈ വെറി കാണിച്ചിട്ടുണ്ടാവുക? ചുരുങ്ങിയ പക്ഷം ഈ ഇഴ്വാർത്തെങ്കിലും കണ്ടിട്ടില്ലാത്ത ആളായിരിക്കും. എന്താ ഈ സെന്റൻസിൽ പറഞ്ഞത്? വയൂമറൂജൂബ. അങ്ങനെ ഒരു അമൃത നമുക്ക് കഴിയില്ല. അപ്പൊ സ്വയമേവ ആരെങ്കിലും അങ്ങനെ സ്വീകരിച്ചു വന്നാൽ ഗുഡ് ബൈ പറയേണ്ട സ്ഥലത്താണ് നോയവേ ഗോയവേ പറഞ്ഞ് ഹോട്ടലിൽ മാറ്റി നിൽക്കുന്നു. എത്രത്തോളം വല്ലൗലാബിൽ യഹൂദി അൽ-അസ്വ വബിന്നസാറ അൽ-അസ്വ വബിൽ മജൂസി അൽ-അസ്വദ് വബിൽ മജൂസി അൽ-അസ്വദ് അൽ-അസ്വദ് വബിസ്സാമിറ അൽ-അഹ്മർ. സുഹൃത്തുക്കളെ, അപ്പോൾ അവിടെ അതിനനുസൃതമായിട്ടുള്ള ഒരു നീക്കുപോക്കുകളായിരിക്കും നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാകും. ഇനി നമ്മുടെ നിയന്ത്രണങ്ങൾ ആ നിയന്ത്രണത്തിന്റെ ഭാഗമായി ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സംഗതിയാവും എന്ത്? കലോത്സവം അത് പരിധി ലംഘിക്കപ്പെടുകയാണ്. കലോത്സവം പരിധി ലംഘിക്കപ്പെട്ടുകൂടാ. നാം ജീവിക്കുന്നത് ഒരു കൂട്ടായ്മയിലാണ്. തീർച്ചയായിട്ടും കൂട്ടായ്മ തന്നെയാണ്. കൂട്ടായ്മയാണ് എന്ന് വെച്ചുകൊണ്ട് മതത്തിന്റെ സീമകൾ ലംഘിക്കാൻ പാടില്ലാത്തതാകുന്നു. ഒരു കലോത്സവത്തിൽ സ്റ്റേജ് പരിപാടികൾക്ക് വേണ്ടി അവിടെ അവതരിപ്പിക്കപ്പെടുന്ന എല്ലാ പരിപാടികളും തൗഹീദിനോട് പൊരുത്തപ്പെടുന്നത് ആവണമെന്നില്ല. പൊരുത്തപ്പെടാത്ത നിരവധി പ്രോഗ്രാമുകൾ ഉണ്ടാവും. ആ പ്രോഗ്രാമുകളിൽ അറ്റൻഡ് ചെയ്യാൻ ആ പരിപാടിക്ക് സംബന്ധിച്ചിട്ടുള്ള മുസ്ലിം കുട്ടികൾ തയ്യാറാവരുത്. ചുരുങ്ങിയ പക്ഷം മാറി നിൽക്കണം. ആ ഫംഗ്ഷന് ഞാനില്ല എന്ന് പറഞ്ഞു. ഇതാണ് നിയന്ത്രണം. ഇത് മതസ്പർദ്ധയല്ല. നമ്മൾ പരിപാടി നടക്കുന്ന സ്ഥലത്ത് ആ പരിപാടി നടക്കുന്ന സ്ഥലത്ത് മതേതര ഭൗതിക ഭാരതാണ് എന്നതിന് പേരിൽ എല്ലാ ആളുകൾക്കും വസ്തുക്കൾ കുടിക്കാൻ കൊടുക്കുന്ന അവസരത്തിൽ മദ്യം കൊടുത്താൽ ഇന്ത്യയിൽ ഇതിന് തെറ്റാവില്ല, അംഗീകൃത മദ്യം കൊടുത്താൽ. പക്ഷേ നമുക്ക് വാങ്ങാൻ പറ്റൂ, അങ്ങനെ കൂട്ടത്തിൽ കൂടിയാൽ കോടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇതേ ക്രമത്തിൽ ശ്രദ്ധിച്ചുകൊള്ളുക. കലോത്സവത്തെ സംബന്ധിച്ച് വയുന്നഴു വുജൂബൻ ഇന്ത്യയിൽ നടപ്പില്ല, എന്നാലും നമുക്ക് കരുതാം. മിൻ ഇസ്മാഇഹി അൽ മുസ്ലിമീന ശിർക്കൻ വഖൗലഹും ഫീ ഉസൈരിൻ വൽ മസീഹ് വമിൻ ഇബ്തിദാലി മുസ്ലിമിൻ ഫീ മിഹ്നത്തിൻ ബിഉജ്റ ഔലാ വമിൻ ഇൽഹാരി നഹ്വി ഖംദിൻ വഖിൻസീരിൻ വനാഖൂസിൻ വഈദിൻ. നാഖൂസിൽ ഇപ്പൊ ഏതൊക്കെ പടാം? ചണ്ടമേള, കലോത്സവത്തിന്റെ ഭാഗമായി കൊണ്ട് ഈദിന്റെ ഭാഗമായി നാടോടി നൃത്തം, നങ്ങ്യാർകുത്ത്, പല പരിപാടികളും, ക്ഷേത്രത്തിന്റെ പരിപാടികൾ. അത് സ്റ്റേജിലേക്ക് വരുന്നു എന്ന് മാത്രം. വിഗ്രഹാരാധനയുടെയും ബഹുദൈവാരാധനയുടെയും ആ ദൃശ്യങ്ങൾ
അതിനെ കല എന്ന പേരിൽ അവതരിപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ അതിന് പങ്കാളിത്തം വഹിക്കുക എന്നതിൽ നിന്ന് മാറി നിൽക്കുക എന്ന ഒരു നിയന്ത്രണം തീർച്ചയായിട്ടും നമുക്കുണ്ട്. അതിന്റെ പേരിൽ ഒരിക്കലും സെക്യുലറിസം തകർന്നു പോവുകയില്ല, നാം താലിബാനായി പോവുകയുമില്ല. അങ്ങനെ താലിബാനാവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ സദസ്സിൽ വെച്ചുകൊണ്ട് ഡ്രിങ്ക് വിതരണം ചെയ്യുന്ന സന്ദർഭത്തിൽ അത് വാങ്ങിയില്ല എന്നതും മതേതരത്വത്തിന്റെ അപ്പുറത്തേക്ക് ചവിട്ടലാണെന്ന് ആരെങ്കിലും പറയേണ്ടി വരും. ചെയ്യാൻ പാടില്ല. ഇവിടെ മങ്ങാട്ടച്ഛനും കുഞ്ഞായി മുസ്ലിയാരും നടന്ന ലോക്യം അത് മാത്രമേ പാടൂ. അവർ തമ്മിൽ അങ്ങേയറ്റം ബഹുമാനവും സ്നേഹവും ആദരവുമായിരുന്നു മരിക്കുന്നവരെ. പക്ഷേ കുഞ്ഞായൻ മുസ്ലിയാർ മറ്റേയാളുടെ മതത്തിലേക്കോ അതല്ലെങ്കിൽ മറ്റേയാളുടെ മതത്തിലേക്ക് കുഞ്ഞായൻ മുസ്ലിയാരോ അല്ലെങ്കിൽ തിരിച്ചോ യാതൊരു വക ഇടപെടലുകളും നടത്തിക്കൊണ്ട് അന്തരീക്ഷം വഷളാക്കിയിട്ടില്ല. ഇതും ഈ അവസരത്തിൽ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. സുഹൃത്തുക്കളെ, ഇനിയും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ പറയുന്ന ഫിഖ്ഹിയായ ആ വരച്ച വരകൾ നിന്നുകൊണ്ട് തന്നെയായിരിക്കണം നമ്മുടെ വില്ലേജുകളിലൊക്കെ നാം താമസിക്കുന്നത്. അത് പരിധി വിട്ടുമ്പോഴാണ് അവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഏതെങ്കിലും ഒരു പ്രദേശത്ത് നടക്കുന്നതായ ആ ഹൈന്ദവ സുഹൃത്തുക്കളുടെയോ ക്രിസ്തീയ സുഹൃത്തുക്കളുടെയോ ഉത്സവം ക്ഷേത്രത്തോടനുബന്ധിച്ചുകൊണ്ടോ പള്ളിപ്പെരുന്നാളനുബന്ധിച്ചുകൊണ്ടോ അതിലേക്ക് മത സൗഹാർദ്ദം എന്നും പറഞ്ഞുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാർ ഇടിച്ചു കയറുമ്പോഴും മുസ്ലിം പെണ്ണുങ്ങൾ അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോഴുമാണ് യഥാർത്ഥത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിത്തീരുന്നത്. ഇക്കാലം അത്രയും നടന്നതുപോലെ ഉത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കട്ടെ, പള്ളിപ്പെരുന്നാളിന്റെ പശ്ചാത്തലത്തിൽ നടക്കട്ടെ, നബിദിനത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കട്ടെ എന്ന നിലക്കുള്ള ആ സ്വതന്ത്രമായ ഇന്നേ വരെ നടന്നതുപോലെയുള്ള നടത്തം നടന്നാൽ അതാത് സ്ഥലങ്ങളിൽ കത്തിക്കുത്തും അതുപോലെ തന്നെ മോഷണവും പിന്നെ അനാദരവ് കാണിച്ചു എന്നുള്ള കേസും ഒന്നും ഉണ്ടാവില്ല. ഈ അടുത്ത കാലത്ത് മൈത്രി എന്ന പേരിൽ ഇടപഴക്കമുണ്ടായതിനു ശേഷം ഉത്സവത്തോടനുബന്ധിച്ചുകൊണ്ട് കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മദ്യത്തിന്റെ വിതരണം നടക്കലുണ്ടായിട്ടുണ്ട്, സ്ത്രീകളെ കയറിപ്പിടിച്ചു എന്ന് പറയുന്ന ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെ അത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫംഗ്ഷനിൽ സംബന്ധിക്കുന്ന വ്യക്തിക്ക് അതിനോട് മാനസികമായ അടുപ്പമുണ്ടെങ്കിൽ അവിടെ ആദരവുപരമായി അയാൾ പെരുമാറില്ല, ഉറപ്പ് തന്നെയാണ്. മുസ്ലിം ബാല്യക്കാര് അവർ മനസ്സിന്റെ ഉള്ളിൽ ബഹുമാനം വെച്ച് പുലർത്താത്ത ഒരു കേന്ദ്രത്തിലേക്ക് അവർ കയറി ചെല്ലുകയും അവിടെ നിന്ന് അവരുടെ അപ്പോഴത്തെ പ്രായത്തിനൊത്ത എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നുകയും ചെയ്യുമ്പോൾ അവർ നിയന്ത്രണം വിട്ടുപോകുന്നത് അവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു തളീമിന്റെ സ്ഥലമാണ് എന്ന വിചാരമില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ അപകടമുണ്ടാവുക ഇത്തരം നാം തെറ്റിദ്ധരിച്ച പല മതമൈത്രി പ്രോഗ്രാമുകളിലുമാണ് അപകടം ഉണ്ടായിത്തീരുന്നത്. അതല്ല ശരിയായ വീക്ഷണം. മറിച്ച് ഉത്സവം നടക്കുന്നിടത്ത് ഉത്സവം തന്നെ, കലോത്സവം നടക്കുന്നിടത്ത് പറ്റുന്ന പ്രോഗ്രാമുകൾ മാത്രം തിരഞ്ഞെടുക്കുക, അല്ലാത്ത പ്രോഗ്രാമുകളിൽ നിന്ന് പരിപൂർണമായും എനിക്കിത് പറ്റില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുക. ഈ നിലയ്ക്കുള്ള ഒരു അതിർവരമ്പുകൾ അള്ള വെച്ച അതിർവരമ്പുകളുടെ അപ്പുറത്തേക്ക് ആര് മിന്നിക്കളഞ്ഞാലും അതിന്റെ റിയാക്ഷൻ അത് വ്യക്തിപരമായിട്ടും നാടുപരമായിട്ടും സമൂഹപരമായിട്ടും ഒക്കെ സംഭവിക്കും. ഇത് വരാതെ കാത്തു സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിന്റേതായ രൂപത്തിൽ ജീവിച്ച് മരിക്കുവാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന ദുആയോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നന്ദി. ഇസ്ലാമിക കർമ്മശാസ്ത്രങ്ങളെ കുറിച്ചുള്ള അപഗ്രഥനങ്ങളുടെ 4 അവതരണങ്ങളും ഇവിടെ പൂർത്തിയാവുകയാണ്. സിറാജുൽ ഹുദ സിൽവർ ജൂബിലി സമ്മേളനാനുബന്ധമായി നടക്കുന്ന നോളജ് റിവൈവൽ കോൺഫറൻസിൽ നമ്മെ അഭിസംബോധന ചെയ്യുന്നു ലണ്ടൻ എക്സ്റ്റീരിയർ യൂണിവേഴ്സിറ്റി പ്രൊഫസർ വലീദ് മുഹമ്മദ് മസ്ഊദ്, ന്യൂയോർക്ക്. Here, Professor of London Exterior University, Walid Muhammad Masood, New York, address the function. Please, sir. Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alameen. وأفضل الصلوات وتم التسليمات على المبعوث رحمة للعالمين سيدنا وحبيبنا وقرة أعيننا سيدنا محمد النبي الأمي وعلى آله وأصحابه وأزواجه ومن اهتدى بهديه إلى يوم الدين.
تركها المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك ثم أما بعد. So I begin by praising Allah subhanahu wa ta'ala and asking Him to offer His salutations and blessings upon His last and final Prophet, Muhammad sallallahu alayhi wa sallam, and upon His kin, His companions, and all those who follow His guidance to the last day. So the topic that I have been asked to address to the esteemed audience this afternoon is dealing with teaching about Islam in the European continent, or in Europe or in America, I would say. So, just to give you a little background about myself, I was born in the United States and I was raised there, and my parents emigrated from Egypt in the early 1970s. So I've been there most of my life in America. I've also had the good fortune, opportunity to live in several countries across the world, including my native country Egypt, Syria, United Arab Emirates, and the UK. And I've spent considerable time also in other European countries, such as Belgium and France, Spain, Denmark, to name a few. So there are some challenges I think we face, generally speaking, when we want to teach people about Islam, especially Muslims. And it's something that I started to speak about last night for those of you who were here. And I had mentioned that the mere mention of Islam nowadays is a cause for anxiety and worry. People get nervous, people get anxious, people get concerned when you talk about being more of a Muslim, about being a more committed, more interested Muslim. And it's as if the level that people are comfortable with is that you're at best a disinterested Muslim. You're a Muslim by birth, and this is something that you go back to in terms of your heritage, what your parents were, your grandparents. But in terms of actualizing, making Islam something vibrant and living, like I see here, causes a lot of concern in the West, in Europe and in America. And all of us know that there have been a series of events that have transpired over the better part of the past 15 or 20 years, even before the 9/11 incident, disaster in New York City, well before that. And give you a little background about Islam in these countries. Islam, for example, in the United States, the way that it developed is much different than in Europe. Especially in the UK, if we take the United Kingdom, Great Britain as an example. We find that in Great Britain, for example, that most of the Muslims there come from Pakistan and India, the Indian subcontinent. And the reason for this is that in post-World War II United Kingdom, there was a great need for large number of people who can work in the factories and manual labor. So many people from these two countries in particular, Bangladesh included, went to work in these factories, and whole villages would go there. And so what happened in the ensuing decades, from the early 1950s until now, is that you have communities in the UK that are very much resembling those small villages and communities back in their home countries. And so many of the same issues, the same problems that they were dealing with in their home countries, they are dealing with in the UK. So you have many of what I would call the factionalism or the sectarianism. People belong to different factions and sects.
people say that they're Deobandi, or that they're Brevli, or that they're some other type of madhab. That same type of factionalism has brought itself to the UK, and it fuels and it drives much of the discourse, the way that people talk about Islam and the way that people interpret Islam in a country like the UK. Conversely, in the United States, it's much different. The United States has had Muslims in it for centuries. Probably the first Muslims that came there in great numbers were those who came from West Africa, from the countries of today, of Mali and Senegal, and the Gambia and Burkina Faso, a lot of West Africa where you have large Muslim populations. These people were brought over beginning probably in the 14 or 1500s, 500 years ago, and then brought as slaves. So the African slave trade, as it made its way to North America, many of these people had come from West Africa, and many of them were indeed Muslim. Many of them were quite literate. Many of them continue to try to practice their religion in America as slaves in white European households to the best of their ability, under very difficult and very harsh conditions. And those difficult and harsh conditions and the attitude of the Americas towards blacks and Africans who came over from Africa, the legacy of that still remains today. To this day. People from the Indian subcontinent and from the Arab world, however, started to go in large numbers after 1965, after Lyndon Johnson signed the Immigration Act of 1965, which allowed for many large numbers of Arabs and people from the subcontinent to come over to America to work. These people were different than the ones that went to the UK, in that many of them were more educated, many of them had higher degrees, many of them were doctors and engineers and the like, because the United States was looking for skilled labor, not for unskilled labor. So unlike the UK, where most of the population that went there was unskilled, most of the population that went to America was of a skilled labor force. And so as a result, you have a different dynamic in America than you have in Europe. And this is important, it's not an insignificant point, because the way that we approach people and the way that we go about educating them about their faith, about Islam, will differ depending upon the local context. And so, keeping in mind the factionalism and the sectarianism that you often find in many of the masajid in the UK, when we go there, we go that with that in mind, that we're trying to bring people together, that we're trying to reconcile these theological differences that they may have between one and another in an effort so that there can be a more positive practice of Islam, not just for the immigrants, but probably more importantly for the sons and daughters of the immigrants, those who came and were born in that country, and their sons and daughters. So now in the UK we're probably up to the third or fourth generation after the original immigrants, and they don't have the same sort of outlook on life that their parents and their grandparents had about going back to their home country. Someone born in the UK or born in the US or born in France or born in Spain 30, 20, 40 years ago, they're not thinking of coming back to their parents' country. They see those countries as their country. So initially, when the immigrants went in the early 70s, the discourse was more about practicing Islam so that it can be preserved, so that it may not be lost for the generations that come after. Because if we don't do that, then they can be lost and they can lose their religion. So in that particular discourse, Islam was something to be lost. However, I would differ with that approach today, because now we have many, many young people more interested in practicing Islam, but they don't have the foundation. They don't have the proper training, they don't have the proper teaching and the proper education. So rather than saying that Islam is that something you have and can be lost,
Islam is something that you learn that you can be and then you can contribute. It's something to give, not something to be lost. And we find, for example, that there are, in addition to the immigrant communities that I spoke about, in addition to the African American or African British communities that I've talked about, there are also large numbers of people who become Muslim, who convert to Islam. And it has been cited often that the fastest growing religion, especially in the West, in the European countries and in America, is Islam. So with these many people coming to Islam, then there needs to be a different type of approach. And we need to show them that Islam is not just something that you have that you may lose, but Islam is something that you have and that you can give. And it's something that will change not just people and individuals, but it has the power to change societies at large. And so with this in mind, the challenge, in my opinion, that we face, the greatest challenge, is to have a proper approach and teaching and education of Muslims in these countries. It may come as a shock to you, but there are Muslims in these Western countries who are now appropriating things to Islam that have nothing to do with Islam. It may come as a shock to you, for example, that there are Muslims now in America, for example, who advocate for the equality of men and women to the degree that men should be allowed to marry men and women should be allowed to marry women, and then try to justify that somehow by the very tenets of Islam itself. And obviously there is great pressure from the greater society at large that's telling them that these things are important for a modern liberal society, and so that there can be an environment of mutual tolerance, respect, and cooperation. However, we know from our deep and profound faith in Islam that these things can never be reconciled with the Quran and the Sunnah. It's not possible. I had an interview with a newspaper in the United States some weeks ago, and this was right after there was a mass shooting in one of the American cities. A young Muslim man, or at least he claimed to be Muslim, who went and shot a particular nightclub that was frequented by homosexuals. So he was asking me the question about our attitude towards homosexuality as Muslims. And I explained to him that we still respect them as human beings and having all of the rights that other human beings should have in terms of tolerance. However, that doesn't mean that I can bring from my foundational text, from the Quran and Sunnah, and justify that particular type of lifestyle. And he asked me, when will Muslims, when will Islam allow for homosexuals to have that type of lifestyle within Islam? And I was honest with him, I responded back, I said, that's never going to happen. Number one, I don't have the authority to tell you that that's going to happen. I'm not someone who can tell you that. And number two, I'm quite certain that there's nobody who's going to be able to tell you that. No one of repute, no one who is an authentic and valid scholar of Islam is going to tell you that somehow this is going to be allowed based upon the text of the Quran and Sunnah. But yet this type of pressure persists in the States. And so when I look at you here at Sirajul Huda and I see this beautiful majma'ah, this beautiful audience, and all of the work in the past 25 years that has gone into building this, it shows me that the most important thing then is this very aspect of education. And I think what makes, or what sets Sirajul Huda apart from other institutions is that there's what we call a correct manhajiyya sahiha, right? There is a correct methodology. One of my teachers who once told me there's 4 things that you need for education to take place, for it to be effective. And he said, عقل رجاع وكتب صحاح
وشيخ فتاح ومداومة وإلحاح. Some of you may already know this from your studies. So the four things that are needed for the education to take place in its most effective way: عقل رجاح, sound intellect, sound mind. We need to be sensitive and nurture the young minds that are going to be coming to learn. We need to protect them. We need to nurture those young minds so that they can grasp some of these sometimes very difficult concepts without distraction, without worrying about where they're going to eat or how they're going to eat or how they're going to make a living and these type of things that people become distracted with, but rather having a system in place where people can live up to their potential, students especially live up to their potential and their ability to learn. عقل رجاح وكتب صحاح, sound authentic books. Sound authentic books. We know that this Islam is so vast, it's so big, and that there are many, many, many books, and there's many, many different ways to understand these books. But you need to have كتب صحاح من حيث الصحة. They have to be true and authentic. In other words, something that has been tried and tested and proven. Tried and tested and proven. So for example, if you study Shafi'i fiqh, as you do here, there's a tried and tested methodology and set of books that you study in Shafi'i fiqh. Maybe you study something like المقدمة الحضرمية or something like متن أبي شجاع as an initial text to begin to learn the very basic precepts of the school, and then it goes all the way to the Minhaj of Imam al-Nawawi, which is the foundational text. There are many, many other books that can be studied in terms of Shafi'i fiqh, but the ones that have been tried and proven, that have the strongest sense of validity to them, are going to be a particular set of books. And it's not by coincidence that the great Imam of Dar al-Hijrah, Sayyidina Imam Malik ibn Anas radiallahu anhu, that he named his most important book Al-Muwatta. Right? And Al-Muwatta, the Muwatta in Arabic comes from wata'a or watta'a, the thing that has been traveled over a lot, the well-trodden thing, the thing that has many, many people have gone over it. And what did Imam Malik say about Al-Muwatta? He said, I continued to revise and summarize from Kitab Al-Muwatta for 40 years. He spent 40 years, 4 decades, revising the Muwatta. And he said, I did not want to release it, and I didn't want to go and teach until 700 of the ulama of Medina allowed me to do so, gave me permission to do so. And the Prophet ﷺ, we know that he said, إِنَّمَا الْعِلْمُ بِالتَّعَلُّمِ. إِنَّمَا الْعِلْمُ بِالتَّعَلُّمِ, which means knowledge is by learning and teaching. Knowledge is not just by merely reading the books. One of the things that our predecessors, they used to disparage and they used to not consider to be valid is if someone read the books without a teacher, without a sheikh. They would call such a person Sahafi. Today Sahafi means journalist in Arabic language. But in their parlance, in their language, Sahafi means someone who's just reading the Suhuf. He's just reading the words, he doesn't have a teacher. And when they don't have a teacher, then they make mistakes. Then they make many mistakes. This is the reason that the very earliest groups who veered away from a proper understanding of Islam, the thing that they had in common, they didn't have any teachers. The first group really to veer away, the Khawarij, who were right after the time of the Prophet ﷺ.
and they began to appear towards the end of the time of Sayyidina Uthman, beginning of the time of Sayyidina Ali, karramallahu wajhah. And the thing they had in common, they did not have a single Sahabi amongst them. There were no Sahaba in the Khawarij. None of them had seen or listened to the Prophet Muhammad ﷺ directly. None of them. So they were all relying on their own understanding of the Quran and the Sunnah, and not referring back to the understanding of the Sahaba. This is the problem when we hear people today say Quran and Sunnah and nothing else. And we believe, of course, in Quran and Sunnah, Ar-Ras. But Quran and Sunnah, by the understanding of the Salaf, by the understanding of those who have a proper linkage and isnad back to the Quran and Sunnah. Because if you read the Quran and or the Sunnah by yourself with no teachers, then you will go astray. And this is what happened to the Khawarij. They read the Quran and the Sunnah, they went astray. They couldn't convince a single companion, not a single Sahabi were amongst them. In fact, the Sahaba, including Sayyidina Abdullah ibn Abbas, tried to speak to them and tried to convince them that the way that they were understanding the Quran and Sunnah was incorrect. And so nowadays, when we have people who are calling for the same type of manhajiyya, the same type of methodology, without relying upon the sound opinions that are sometimes consensual. In other words, they all agree on a particular thing, and they ignore this and they go by their own understanding of the Quran and Sunnah. This is what leads people astray. And unfortunately, this, as I began in the beginning of my lecture, is what has led many people to have this anxiety about Islam. Because if they truly knew Islam, if they truly knew the Prophet ﷺ, why would they be nervous and anxious? If they knew what we know, why would they be nervous and anxious? If they knew of the beauty and of the respect and of the love of the Prophet Muhammad ﷺ, why would they be afraid of him? Why would they be anxious about Muslims? So what they know, they don't know Islam. They know some manipulated version of Islam. The Islam of the Taliban, the Islam of Qaeda, the Islam of Daesh, the Islam of Boko Haram, all of these groups, that's not Islam. This is a manipulated version of Islam. It's a distorted version of Islam. So it's not really Islam. None of those groups have amongst them ulama. They don't have alim like Sayyidina Shaykh Abdul Rahman al-Thiqafi or Sayyidina Shaykh Abu Bakr Ahmad. They don't have scholars like that. They don't have anybody. They have people who read the Quran and Sunnah by themselves, and they don't have teachers. And they boast and they praise themselves because they don't have teachers. They think having teachers is something to be embarrassed about, something to be ashamed about. Whereas we know that having a teacher, having a shaykh, having a mentor, having someone to help you and lead you through these understandings is essential. You cannot do it by yourself. It's impossible. When we go today to the physician, if we have some type of, you have something wrong with your heart and you need to do heart surgery, would I ever consider going to the village person who said he's read the books, but he's never went to medical school, he's never learned how to use the tools to conduct an operation? Would I go to such a person and allow them to operate on my heart? Because they said they read the books? No one would allow this. This would be madness. Yet, we find many, many Muslims doing the exact same thing, not with their physical heart, but their qalb,
their spiritual heart. And as a result, those people lead them astray. وهذا مصداقا لقوله صلى الله عليه وسلم. This is true according to what our Prophet صلى الله عليه وسلم said would happen. إن الله لا يقبض العلم انتزاعا ولكن بقبض العلماء. قال صلى الله عليه وسلم that the Prophet صلى الله عليه وسلم, Allah subhanahu wa ta'ala doesn't remove, strip away knowledge, but rather He takes it away بقبض العلماء, by taking away the ulama, such as that when an alim dies, there's no one who can take his place, like the one who left. And then the Prophet ﷺ said, this will continue until the people take ru'as and juhala. فَضَلُّوا وَأَضَلُّوا, until people take ignorant people as the ones that are their leaders, and they ask them, those people are misguided, فَضَلُّوا وَأَضَلُّوا, and they misguide others. So as a result, we live in this type of misguidance, dalal. Not because we have a problem with the Quran. And so because they're ignorant and because they fall into misguidance, then they lead others to misguidance. So the important thing that I mentioned here about this place, we said Aql al-Rajah, the Kutub al-Sihah, sound books. وَشَيْخُ الْفَتَّاح, sound teachers, real teachers, not someone who spent 2 weeks or 2 days or even 2 years learning some things and then teaching it to others, but people who have dedicated their life from when they were young men and women until now to Islam, and dedicated to Islamic learning, and then dedicated to the dissemination of Islamic teachings. And those who have sound understanding from their teachers, and those teachers have sound understanding from the teachers before them, and then the teachers before them, all the way back in a continuous line, sanad, to the Prophet Muhammad. This is the distinguishing factor. This is what's important. This is what sets a place like Sirajul Huda apart from other places. You don't have sha'wada here. You don't have weird, inexplainable things. The Islam that you find here is real. It's authentic. It appeals to your heart. It brings you closer. It doesn't push you away. Whether the Prophet ﷺ tells Sayyidina Ali, Bashir wa la tunaffir, yassir wa la tu'assir. Bashir, give the good news. Give people a thing to understand. They can come to Islam. Wa la tunaffir. Do not push people away. Do not make it offensive. Wa yassir wa la tu'assir. And make it facilitated, make it easy for people to come. وَلَا تُعَسِّرْ. Do not make it difficult. Do not put hardship upon people so that they may run away. And this is the beautiful thing about this deen. And in closing, we have many, many challenges in front of us. And I myself, I have come here, this is the second time I've come in 7 years, and I myself have learned a lot. And if I can take back with me just a few of the things that I've learned here, I think it is a cause for optimism. That there is a type of Islam that's vibrant, that is authentic, that can also deal with the modern world. Some people think Islam is backwards, that it discourages you from learning history and philosophy and psychology and sociology and chemistry and biology. That's not the Islam that I know. That's not the Islam of Sirajul Huda. There's an integrated college here where these things are taught together. And when you have a sound understanding of Islam, you understand that all of the ulum, all knowledge comes from Allah subhanahu wa ta'ala. It doesn't come from anywhere else. No one makes things up. The things that we know about biology and about chemistry, who is the one who inspired people? Who is the one who كون الكون فقال له كن فيكون فكان? Who is the one who made all of this? And then when he said be, and then it became, and then it was. That's Allah subhanahu wa ta'ala. And Allah subhanahu wa ta'ala tells us to have i'tibar, that we should consider, that we should have dhikr and fikr, and consider about khalq as-samawati wal-ard, the creations of the heavens and earth. All of that is perfectly in line with having a sound understanding of the world that we live in, and there's no contradiction between that and pursuing
all types of knowledge. Was it not the Prophet ﷺ who said, "Al-hikmatu dalat al-mu'min, fa'aynama wajadaha fawa awla biha"? Didn't the Prophet ﷺ say that al-hikmah, knowledge, is the lost property of the believer? Anywhere that he finds it, then it's his. So wherever we can find sound knowledge, good knowledge, true knowledge, then it becomes ours. It's not something foreign to Islam. So I ask Allah subhanahu wa ta'ala أن يلهمنا الرشد والصواب والصلوان وأن ينور قلوبنا بمعاني الإيمان والإسلام والتوحيد وأن يزود في بركات هذا المجمع المبارك الجميل وأن يبارك في ما بقي من أعمار سيدنا الشيخ عبد الرحمن الثقافي سيدنا الشيخ أبي بكر أحمد الملباري وجميع علماء والسادة الذين يعملون ليل ونهار في تنمية هذا المكان وأن يخرج من هؤلاء طلبة وعلماء وسادة وبهم سينصر الإسلام والحمد لله رب العالمين وآخر دعوانا صلى الله عليه وسلم والسلام عليكم ورحمة الله وبركاته. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണശേഷമുള്ള ഇസ്ലാം പേടി ഇന്ന് നമ്മെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. UK-യിലെ ഇസ്ലാമിക അന്തരീക്ഷം 1950-കളിൽ വളരെ മോശമായിരുന്നു. ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിലെല്ലാം സെനഗൽ, ഗാംബിയ പോലെയുള്ള രാഷ്ട്രങ്ങളിൽ മുസ്ലിങ്ങളാണ് കൂടുതലും വസിക്കുന്നത്. ഇപ്പോൾ നോളജ് റിവൈവൽ കോൺഫറൻസ് ഇവിടെ സമാപിക്കുന്നു. പ്രമേയം അവതരിപ്പിക്കുന്നു ഫിർദൌസ് സഖാഫി കടവത്തൂർ. ശ്രദ്ധിക്കുക, ഈ സെഷൻ ഇവിടെ അവസാനിച്ച ഉടൻ മുഴുവൻ പ്രതിനിധികളും പ്രവർത്തകന്മാരും പള്ളിയിലേക്ക് നിസ്കാരത്തിന് വേണ്ടി പോകേണ്ടതാണ്. നിസ്കാരം കഴിഞ്ഞ ഉടൻ വേദിയിൽ പ്രൗഢഗംഭീരമായ ചർച്ചാ സമ്മേളനം ആരംഭിക്കുകയാണ്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ വേദിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ഇസ്ലാമിക കർമ്മശാസ്ത്രം സമഗ്രമാണ്. വ്യക്തി, സമൂഹം, സാമൂഹ്യ സമീപനങ്ങൾ എന്നിവയെ കർമ്മശാസ്ത്രം വിശദീകരിക്കുന്നു.